ഗ്രാമറൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പറയാൻ അറിയില്ല. ഏതുപോലെ കിതാബൊക്കെ കുറച്ച് അത്യാവശ്യം പഠിച്ച ആൾക്കാർ അറബി പറയാത്തത് പോലെ. കാരണം ഇത് വെച്ചിട്ട് എങ്ങനെ അറബി സംസാരിക്കുക? അതൊക്കെ കിതാബിയായ അറബികളാണ്. ഇത് വെച്ചിട്ടാവില്ല ചിലപ്പം അറബി സംസാരിക്കുക. അപ്പൊ ഗ്രാമറിന്റെ ഡെപ്തിലേക്ക് പോയ ഒരാൾക്ക് ചിലപ്പോൾ അറബി പറയാൻ അറിയില്ല. ഇതേമാതിരി കുറെ ഗ്രാമർ പഠിച്ച ഇംഗ്ലീഷ് പറയാനും അറിയില്ല. ഗ്രാമറൊക്കെ പിന്നെ പഠിക്കേണ്ട സാധനമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സ്കില്ല് എന്ന് പറഞ്ഞാൽ അത് നല്ല കിതാബിയായിട്ട് തഹ്ഖീഖ് ചെയ്യണമെങ്കിലും മുത്താല ചെയ്യണമെങ്കിലും എന്ത് വേണം? ഈ പറഞ്ഞ സാധനം വേണം കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ അവിടെ പോയിട്ട് പെട്ടൊരു പഠിക്കലുണ്ട് അല്ലേ? ഗൾഫിൽ പോയിട്ട് പെട്ടിട്ടൊരു പഠിക്കലുണ്ട്. പണ്ട് പോയ ആൾക്കാരൊക്കെ ഇരുന്ന് അങ്ങനെ ചിരിക്കുകയാണ്. കാരണം പെട്ട് പഠിച്ചത് ഇങ്ങനെ ഓർമ്മ വരിക. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നേ പ്രത്യയം ചേർത്ത്, കെ പ്രത്യയം ചേർത്ത്, കോ പ്രത്യയം ചേർത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറെ പഠിച്ചതാണ് ഹിന്ദി. അന്നൊന്നും നമുക്ക് പഠിച്ചില്ല. പിന്നെന്തായി? നമ്മൾ ഗൾഫിൽ പോയി അവിടെ പോയിട്ട് കുറെ ബംഗാളികളെ കൂടി പാകിസ്ഥാനികളെ കൂടി വർക്കെടുത്തപ്പോ പിന്നെ ഹിന്ദി, ഉറുദും പിന്നെ പുഷ്തും ഒക്കെ നമ്മൾ പഠിച്ചിട്ടാണ് വന്നത്. അപ്പൊ അത് സ്കില്ലാണ്, അത് കഴിവാണ്. അപ്പൊ കഴിവ് വേണം. അപ്പൊ ആ കഴിവ് പിന്നെ പുറമെ പാഷൻ. പാഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പാഷൻ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചെയ്യാനുള്ള ഒരു വല്ലാത്തൊരു ഇഷ്ടത്തിന്റെ പേരാണ് പാഷൻ. കുട്ടികൾ പന്ത് കളിക്കണ മാതിരി പന്തിങ്ങനെ ചടച്ചിട്ടല്ലേ കളിക്കല്. എത്ര തളർന്നാലും ഒരു റൗണ്ടും കൂടി കളിക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങല്. അതാണ് പാഷൻ. കളിക്കും പോലെ ജോലി ചെയ്യാൻ പറ്റണം, അത്ര ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ പറ്റണം. അതിന്റെ പേരാണ് പാഷൻ. ചില ഉസ്താദുമാര് ക്ലാസ് റൂമിൽ കയറുമ്പോൾ, അധ്യാപകർ ക്ലാസ് റൂമിൽ കയറുമ്പോൾ ഇങ്ങനെ ഒരു വരവാണ്, ഈ പഹന്മാരെ ഞമ്മ പഠിപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അത് പാഷൻ ഇല്ലാത്തത് കൊണ്ടാണ്, കഴിവില്ലാത്തത് കൊണ്ടല്ല. അത് കഴിഞ്ഞാൽ പിന്നെന്ത് വേണം? നാലാമത്തത് വാല്യൂസ്. വാല്യൂസ് എന്ന് പറഞ്ഞാൽ ആൾക്ക് മൂല്യവും വേണം. ഈ 4 കാര്യങ്ങൾ അടങ്ങിയാലേ സത്യത്തിൽ അയാൾക്ക് കരിയറിൽ ടോപ്പാക്കാൻ പറ്റൂ. അതുകൊണ്ട് നമ്മുടെ അടുത്ത തലമുറയെ നമ്മൾ അങ്ങനെ തയ്യാറാക്കിയെടുക്കണം. ഞാൻ ഗൾഫിന്റെ കാര്യം പറയുന്നത്, ഗൾഫിൽ ഇപ്പത്തെ നടക്കുന്ന ഒരു കാര്യം പറയാം. എന്ന് വെച്ചാൽ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. പിരമിഡിക്കൽ സ്ട്രക്ചർ എന്നാ പറയാ. പിരമിഡിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പിരമിഡ് പോലെയാണ് കമ്പനി ഉണ്ടാവുക. ഏറ്റവും താഴെയുള്ള വലിയ ഭാഗത്ത് സാധാരണ ജോലിക്കാരുണ്ടാവുക. ആ സാധാരണ ജോലിക്കാർക്ക് പറയല് ലോ ലെവൽ എന്നാണ്, അല്ലെങ്കിൽ ഫങ്ഷണൽ ലെവൽ എന്നാണ്. അവിടെയുള്ള ആളുകൾക്ക് ആകെ 2000, 2500, 3000 ദിർഹമിൽ കൂടുതൽ ശമ്പളം ഉണ്ടാവില്ല. എന്നാൽ അതിന്റെ മുകളിൽ അതേ ഒന്നാം തീയതി അതിന് മുകളിലുള്ളവർക്ക് ശമ്പളം കൊടുക്കും. ആ ശമ്പളം കൊടുക്കുന്ന ആള് ജനറൽ മാനേജർ ആകാം, അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ ആകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ആകാം, അല്ലെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ആകാം. അങ്ങനെയുള്ള ആളുകൾക്ക് 15000 ദിർഹം ആ ശമ്പളം കൊടുക്കുന്നത്. അതിന്റെ മുകളിൽ സ്ട്രാറ്റജിസ്റ്റുകൾ ഉണ്ടാവും. ടോട്ടൽ കമ്പനിയുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന സിഇഒ ആയിട്ടോ സിഒഒ, സിഎഒ, സിഒഒ എന്നൊക്കെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ചീഫ് ഓപ്പറേഷണൽ ഓഫീസർ, ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, ചീഫ് ടെക്നിക്കൽ ഓഫീസർ എന്നൊക്കെ പറയുന്ന പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് 60,000, 80,000, 1,00,000 ദിർഹമാണ് കൊടുക്കുന്നത്. ഒരേ ഒന്നാം തീയതി തന്നെ ഒരാൾക്ക് കൊടുക്കുന്നത് 2500. അതേ ഒന്നാം തീയതി തന്നെ വേറൊരാൾക്ക് കൊടുക്കുന്നത് 15,000. അതേ ഒന്നാം തീയതി തന്നെ വേറൊരാൾക്ക് കൊടുക്കുന്നത് 60,000. എന്താ മാനദണ്ഡം? നിങ്ങൾ പറ, എന്താ മാനദണ്ഡം? ഇതുവരെയും കഴിവുള്ള ആൾക്കാരാണ് വെച്ചിരുന്നു. ഇപ്പൊ സർട്ടിഫിക്കേഷൻ നോക്കുന്നുണ്ട്. കാരണം ഇന്റർവ്യൂ ബോർഡിൽ വളരെ ശക്തരായ ആളുകളായിരിക്കുന്നത്. അതുകൊണ്ട് ഇനി പഴയതുപോലെ ഗൾഫിൽ കയറി ഇങ്ങനെ നുഴഞ്ഞു കയറിയിട്ട് എങ്ങനെയെങ്കിലും ഉയരങ്ങളിലേക്ക് എത്താമെന്ന ധാരണ വിട്ടേക്കുക. ഇപ്പൊ എന്റെ ഒരു സുഹൃത്തുണ്ട്, ബികോമിനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് നല്ല ഉഷാറായിട്ട് അക്കൗണ്ടൻസി ചെയ്തിരുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം ക്യാമറ പകർത്തുന്നത് കൊണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് പേപ്പർ എന്ന് പൊട്ടി. അദ്ദേഹം ഇന്നും എന്താണ് സാധാരണഗതിയിൽ പോകുന്ന, കാരണം സർട്ടിഫിക്കേഷൻ ഉണ്ടായാലും അവിടെ ഇനി ഉയരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ വരും തലമുറയെ നന്നായിട്ട് പഠിപ്പിക്കുക എന്ന ഉത്തരവാദിത്വം നമ്മുടേതാണ്. കാരണം ഇനിയുള്ള കാലം ഇന്റലക്ച്വൽ ഏജ് ആണ്. ഇന്റലക്ച്വൽ ഇറ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവർക്ക് പോകാം, ബുദ്ധിയുള്ളവർക്ക് വളരാം. ആ ഒരു അവസ്ഥയാണ്. ബുദ്ധിയുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് അവർക്ക് തീരെ ബുദ്ധിയിലാണ്, അത് തെറ്റായ പ്രയോഗമാണ്. അവര് ഭയങ്കര ബുദ്ധിയാണ്, അതും തെറ്റായ പ്രയോഗമാണ്. ബുദ്ധി എല്ലാവർക്കും പഠിച്ചം തന്നിട്ടുണ്ട്. ആരാണോ ഉപയോഗിക്കുന്നത് അവൻ മുന്നിലെത്തും, ആരാണോ ഉപയോഗിക്കാത്തത് അവൻ പിന്നിലെത്തും. അല്ലാതെ പഠിച്ചവൻ അതിൽ അനീതിയൊന്നും കാണിച്ചിട്ടില്ല. ഈ ഇരിക്കുന്ന എല്ലാവർക്കും അത്യാവശ്യം ബുദ്ധി പഠിച്ചവൻ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് സത്യത്തിൽ എന്താക്കുന്നത്, നമ്മൾ ഇങ്ങനെയാകുന്നത്. ഉപയോഗിക്കുന്നവർ മുന്നേറും. അപ്പൊ നമുക്ക് തോന്നും വിദ്യാഭ്യാസം എല്ലാ ആൾക്കാർക്കും വേണ്ട രീതിയിൽ ഉയരാൻ പറ്റണില്ലല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, IIT എന്ന് കഴിഞ്ഞ ആൾക്കാർ ആരാ വെറുതെ ഇരിക്കണവര്? IIM എന്ന് കഴിഞ്ഞാൽ ആരാ വെറുതെ ഇരിക്കണവര്? നിങ്ങൾ ഒരാളെ കാണിച്ചല്ലോ. ഞാൻ മനസ്സിലായോ? വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് എങ്ങനെയെങ്കിലും ഡിഗ്രി കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ആവില്ല.
എത്തേണ്ട ഇടത്തെത്തിയിട്ട് നല്ല രീതിയിൽ അത് കഴിഞ്ഞ് ആരാ വെറുതെ ഇരിക്കുന്നവർ? എല്ലാവരും വലിയ വലിയ പൊസിഷനിലേക്ക് എത്തുന്നില്ലേ? അതുകൊണ്ട് നമ്മുടെ അടുത്ത തലമുറയെ അങ്ങനെ കയറ്റി വിടുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കളുടെയും ഉത്തരവാദിത്തമാണ്. അതിന് രക്ഷിതാക്കൾക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട. രക്ഷിതാക്കൾക്ക് വിദ്യാഭ്യാസത്തെക്കാൾ വേണ്ടത്, അവർക്ക് വേണ്ടത് കാഴ്ചപ്പാടാണ്. പ്രത്യേകിച്ച് കുട്ടികളെ കുറ്റപ്പെടുത്താതെ, കുട്ടികളെ പിന്നാലെ കൂടാതെ, നമ്മുടെ അത്യാവശ്യം ഡിസ്റ്റൻസ് ഒക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ പറ്റണം രക്ഷിതാക്കൾ. ഞാൻ ഈ പറയുന്നത് കൊണ്ട് എൻ്റെ ഉമ്മയെ ഓർക്കാണ്. എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ ആകെ പള്ളിക്കൂടത്തിൽ പോയിട്ട് പള്ളിക്കൂടത്തിൽ പോയിട്ട് ഓത്തു പഠിക്കാൻ ഓത്തുപള്ളിയിലാണെന്ന് പോവാ. അബ്ദുഹാജി എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യൻ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യയാണ് എൻ്റെ ഉമ്മ. അപ്പൊ അബ്ദുഹാജിയുടെ ഖുർആൻ ഓതാൻ വേണ്ടി മാത്രം പഠിക്കാൻ വിധിക്കപ്പെട്ട ഒരാൾ, അത് ഏറ്റവും ഹൈർ. അതുകൊണ്ട് ഖുർആൻ ഇങ്ങനെ ഓതും. ഞാൻ കാണുന്ന കാലം മുതൽ 3:30 മണിക്ക് എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതുന്ന ഒരു ഉമ്മയെ ഞാൻ കണ്ടിട്ടുള്ളൂ. 3:30 മണിക്ക് എന്നും എണീക്കും. എന്നിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഞാൻ കുട്ടിക്കാലം മുതലേ കാണുന്ന കാഴ്ചയാണ്. അങ്ങനെ തീർക്കും. ഒരാഴ്ച കൊണ്ട് എന്തായാലും ഒരു ഹത്തം തീർക്കും. അതായത് ഉമ്മയുടെ പ്രകൃതം. ഞാൻ ഉമ്മ ഇങ്ങനെ വഴറ്റി പറയല്ല. നഫീസ എന്ന പേര് സാക്ഷരത വന്നല്ലോ നമ്മുടെ നാട്ടില്. ആ സമയത്താണ് നഫീസ എന്ന് എഴുതാൻ പഠിച്ചത്. എന്നിട്ടെന്നെ നല്ലപോലെ എഴുതാൻ അറിയില്ലായിരുന്നു. പക്ഷേ കോളേജിലൊക്കെ ഞങ്ങൾ പോകുമ്പോ, പ്രത്യേകിച്ച് ഞങ്ങൾ 4 മക്കൾ, ഞാൻ മാത്രമേ കോളേജിൽ പോയിട്ടുള്ളൂ. എന്നാലും കോളേജിലേക്ക് പോകുമ്പോ, കോളേജിൽ കഴിഞ്ഞ് വരുമ്പോ വൈകുന്നേരമായിട്ടുണ്ടാവും. വൈകുന്നേരമായി ഇങ്ങനെ വരുന്ന സമയത്ത് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഓരോ രീതിക്ക് പള്ളിക്കോ കണ്ടെങ്കിലൊക്കെ പോകുമ്പോ ഒരു ദയനീയമായൊരു ചോദ്യമുണ്ട്: എന്നാണ് എനിക്കൊരു ജോലിയാവുക? അതൊരു പ്രത്യാശയുടെ ചോദ്യമാണ്, ഒരു പ്രതീക്ഷയുടെ ചോദ്യമാണ്. അങ്ങനെ ചോദിച്ചാൽ മതി. ഉമ്മമാര് സ്നേഹത്തോടു കൂടി മക്കളെ കൂടെ നിന്നാൽ മതി. അല്ലാതെ മാതാപിതാക്കൾക്ക് വിദ്യാഭ്യാസം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി കൊണ്ടുവരാനൊന്നും പറ്റൂലല്ലോ. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഡോക്ടറുടെ മക്കളായിരുന്നു ഡോക്ടറായിരുന്നത്. പണ്ടൊക്കെ എന്താണ് എഞ്ചിനീയറുടെ മകനായിരുന്നു എഞ്ചിനീയർ ആയിരുന്നത്. പണ്ട് അധ്യാപകന്റെ മക്കളായിരുന്നു അധ്യാപകനായിരുന്നത്. ഇന്ന് ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ ചുരുക്കല്ല കേട്ടോ, അവരൊക്കെ നല്ലവരാണ്, നല്ല മനുഷ്യരാണ്. തന്നെയല്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, മഞ്ചേരിയിലെ ഒരു പരിപാടി നടന്നപ്പോൾ, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ അവരെ നല്ല രീതിയിൽ പറഞ്ഞപ്പോൾ ഒരാളിന്റെ കൈ പിടിച്ചോണ്ടായിരുന്നു, ഞങ്ങളെ പറ്റി ആകെ നല്ലത് പറഞ്ഞത് നിങ്ങൾ മാത്രമാണ്. ഞാൻ എന്നെ പറ്റി പറയില്ല, അവര് നല്ല മനുഷ്യരാണ്. കാരണം നേരം പോലത്ത് വൈകുന്നേരം വരെ ഇങ്ങനെ ഓരോരുത്തരെയും കൊണ്ട് ഓടി അതിൽ നിന്ന് കിട്ടുന്ന പൈസ മിച്ചം വെച്ച് അടവിന് കൊടുക്കേണ്ടത് അതവിടെ കൊടുത്ത്, അത് കൊടുക്കേണ്ട വേറെ കാര്യമാണ്. ഏതായിരുന്നാലും മുതലാളിക്ക് കൊടുക്കേണ്ടത് അവിടെ കൊടുത്ത്, അതിനുശേഷം കിട്ടുന്ന ആകെ കുറഞ്ഞ പൈസ, ഉള്ള പൈസയുടെ ഫ്രൂട്ടും മീനും വിലയിൽ കൊണ്ടുപോയി ഇങ്ങനെ ജീവിക്കുന്ന സാധുക്കളാണ്. അങ്ങനെയുള്ള ആളുകളുടെ മക്കളാണ് ഇന്ന് ഡോക്ടർമാരായിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരുടെ മക്കളാണ് ഇന്ന് ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സമ്പന്നരുടെ മക്കളല്ല. സമ്പന്നരുടെ മക്കളെ മിക്കവാറും അവരാകുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. മിക്കവാറും അവരുടെ കയ്യിൽ വാപ്പ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇപ്പൊ 14 Pro ഇറങ്ങുന്നുണ്ടെങ്കിൽ അതും വാങ്ങിക്കൊടുക്കും. 13 Pro എന്തായാലും വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും. കാരണം വാപ്പ സമ്പന്നനാണ്. ഏറ്റവും ടോപ്പ് ബൈക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവും. 4-5 ലക്ഷം രൂപയുടെ, 25 ലക്ഷം രൂപയുടെ ഒക്കെ ബൈക്ക് ഇറങ്ങിയ സമയമാണ്. അത് വാങ്ങിക്കൊടുക്കും. ടാബ് വാങ്ങിക്കൊടുക്കും. ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കും. അതുകൊണ്ട് കുട്ടിയുടെ സ്വപ്നങ്ങളെല്ലാം ഇല്ലാതെയാകും. കാരണം എല്ലാം കയ്യിലുണ്ടായ പിന്നെ എന്ത് സ്വപ്നമാണ്? പക്ഷെ നേരെ മറിച്ചിട്ട് പാവപ്പെട്ടവന്റെ കുട്ടികളുണ്ടല്ലോ, അവർക്ക് സ്വപ്നങ്ങൾ ഒരുപാടുണ്ട്. കാരണം അവരുടെ സ്വപ്നം എന്താണെന്നറിയോ? ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കുന്ന എന്റെ പാവം പിതാവിനെ എങ്ങനെയെങ്കിലും ഒരു നല്ല രീതിയിൽ ഒന്ന് സ്വസ്ഥമായിട്ട് ഇരുത്തണം. ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കുന്ന എന്റെ പിതാവിനെ സ്വസ്ഥമായി വീട്ടിലിരുത്താൻ ഞാനൊന്ന് ഉയരണം. ഇതായിരിക്കും ഇവന്റെ ചിന്ത ഉണ്ടാവുക. ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ്, വീണ്ടും പറയണമെന്ന് നിങ്ങൾക്കൊന്നും തോന്നരുത്. 2000 ആളുകൾ, ഇതിനേക്കാൾ വലിയൊരു സദസ്സാണ്. 2000 ആളുകൾ ആരാന്നറിയോ? A+ വാങ്ങിച്ച കുട്ടികൾ. A+ വാങ്ങിച്ച കുട്ടികളാണ്. ആ A+ എല്ലാറ്റിലും A+ വാങ്ങിച്ച മലപ്പുറം ജില്ലയിലെ ടോട്ടൽ കുട്ടികളെ ആദരിക്കുന്ന സദസ്സാണ്. വലിയ ഓഡിറ്റോറിയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വന്നിട്ട് അതിന്റെ ഉദ്ഘാടനം ചെയ്യുന്നു. നമ്മളതിന്റെ മുഖ്യപ്രഭാഷണം നടത്തുന്ന കുട്ടികൾക്ക് എങ്ങനെ തിരിയണമെന്ന്. ആ സമയത്ത് ഞാനൊരു ചോദ്യം ചോദിച്ചു. ഞാനത് വീണ്ടും പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് കയറാനാണ്. എന്ന് വെച്ചാൽ ഒരു ചോദ്യം ചോദിച്ചു, ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ 3000 രൂപ തരാമെന്നും ഞാൻ പറഞ്ഞു, എന്റെ പോക്കറ്റിൽ നിന്ന് കൊടുക്കാൻ. കാരണം അത്ര ടഫ് ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്നൊന്നും കുട്ടിയെ ആൻസർ പറയാൻ കഴിയില്ല. പക്ഷെ കുട്ടികളെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഞാൻ ആ ചോദ്യം ചോദിച്ചപ്പോൾ അതിന്റെ ഉത്തരം പറയണമെങ്കിൽ നല്ലോണം ചിന്തിക്കണം. പക്ഷേ കൂട്ടത്തിൽ നിന്ന് 2000-ഓളം വരുന്ന ആളുകളിൽ നിന്ന് ഒരാളും പറഞ്ഞില്ല. എല്ലാവരും A+ എടുത്തു വരാം.
ആ സമയത്താണ് ഇടത്തെ ഭാഗത്ത് നിന്ന് മഞ്ഞ ചുരിദാറുകാരിയായ ഒരു ഹൈന്ദവ പെൺകുട്ടി എഴുന്നേറ്റ് നിൽക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, സാർ ഞാൻ പറയാം. അപ്പൊ എനിക്ക് ആദ്യം തോന്നിയത് വെറുതെ പറയാതിരിക്കും, ഒന്നും പറയാൻ പറ്റൂല എന്ന്. കാരണം ഇത് വെറുതെ ബൈഹാർട്ടായിട്ട് പറയേണ്ട ആൻസർ അല്ല, കുറച്ച് ചിന്തിച്ച് പറയേണ്ടതാണ്. ഒരിക്കലും കിട്ടൂല എന്ന് വിചാരിച്ചിട്ടാണല്ലോ ഞാൻ 3000 തരാന്ന് പറഞ്ഞത്. കിട്ടണ ഉത്തരാണെങ്കിൽ ഇപ്പൊ നമ്മളിത് പറയില്ലല്ലോ. അങ്ങനെ ഈ കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ പറയാന്ന് പറഞ്ഞു. കുട്ടിനോട് പറയാൻ പറഞ്ഞു ധൈര്യസമേതം. 3 മിനിറ്റ് ആ കുട്ടി പറഞ്ഞ് ഏകദേശം അതിന്റെ പാതി വഴിയിലെത്തി. പക്ഷെ കുട്ടിക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല. അവിടെ ഞാൻ പറഞ്ഞു, മോളെ ഇരുന്നോ, ഇരുന്നിനക്ക് കഴിയില്ല എന്ന് പറഞ്ഞപ്പോ, അല്ലെങ്കിൽ സമയം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞപ്പോ, ആ കുട്ടി കയ്യിന്റെ വിരൽ ഇങ്ങനെ ചൂണ്ടിയിട്ട് എന്നോട് പറഞ്ഞു, സാർ 1 മിനിറ്റ്, എനിക്ക് ഇനിയും സമയം തരണം. വാശി പോലെ പറയുന്ന കുട്ടി. ഞാൻ ഇരിക്കാൻ പറഞ്ഞിട്ടും കുട്ടി ഇരിക്കണില്ല. സർ 1 മിനിറ്റ് കൂടി എനിക്ക് താ. അങ്ങനെ ആ കുട്ടി വാശിപൂർവ്വം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നമ്മോട് പറ. കുറച്ച് സമയം കഴിഞ്ഞപ്പോ ആ കുട്ടി ആൻസർ അങ്ങോട്ട് പറയാം. ഞാൻ ആ കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിപ്പിച്ച്, പത്രക്കാരുടെ പരിപാടിയാണ്, പത്രക്കാരെ കൊണ്ട് ആ പൈസ കൊടുപ്പിച്ച് എന്റെ കയ്യിൽ നിന്ന് തന്നെ 3000 രൂപ കൊടുത്ത് അവരത് കൊടുത്തപ്പോ ആ കുട്ടിയുടെ കൈകൾ വിറങ്ങുന്നുണ്ട്, കണ്ണുകൾ ഒലിക്കുന്നുണ്ട്. കണ്ണിന് ശരിക്കും വെള്ളം നിറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഞാൻ ആ കുട്ടി ഒന്ന് ശ്രദ്ധിച്ചു. ഞാൻ പത്രക്കാരോട് പറഞ്ഞു, പരിപാടി കഴിഞ്ഞിട്ട് അവളെ വിളിപ്പിക്കണം. പരിപാടി കഴിഞ്ഞിട്ട് ആ കുട്ടി വന്നു. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോളെ നീ എന്തിനാണ് ഒരു 3000 രൂപ തന്നപ്പോ കരഞ്ഞത്? എന്തിനാണ് നിന്റെ കൈകൾ വിറച്ചത്? നിനക്ക് വേറെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞത് എന്താണെന്നറിയോ? സാർ, എന്റെ അച്ഛൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. കഴിഞ്ഞ മാസത്തിൽ ആക്സിഡന്റ് പറ്റിയിട്ട് കിടപ്പിലാണ്. നട്ടലിന് ചതവ് പറ്റിയിട്ട് കിടപ്പിലാണ് സാർ. ഒരുപാട് ചികിത്സിച്ചു നോക്കി, പക്ഷെ അതിൽ നിന്ന് മുക്തമാക്കാൻ കഴിഞ്ഞില്ല. അവസാനം വീട്ടിൽ അങ്ങനെ കിടക്കാണ്. മാസത്തിൽ 3000-ലേറെ രൂപ മരുന്നിന് വരെ വേണം സാർ. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ തന്ന, കൈ ഇങ്ങനെ കൂപ്പിയിട്ട് എന്റെ നേരെ നിന്നിട്ട് പറയാണ്, സാർ ഇന്ന് നിങ്ങൾ തന്ന 3000 രൂപ അത് 3 ലക്ഷം രൂപക്ക് തുല്യമാണ്. ഇന്ന് നിങ്ങൾ തന്ന 3000 3 ലക്ഷം രൂപക്ക് തുല്യമാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ A+ എടുത്ത 2000 കുട്ടികൾ, ഇഷ്ടംപോലെ സമ്പന്നരുടെ മക്കളുണ്ട്, ഇഷ്ടംപോലെ വലിയ വലിയ ടീച്ചേഴ്സിന്റെ മക്കളുണ്ട്, ഡോക്ടേഴ്സിന്റെ മക്കളുണ്ട്, വലിയ വലിയ ഉന്നതന്മാരുടെ മക്കളുണ്ട്. പക്ഷേ ആർക്കും പറയാൻ പറ്റാത്ത ഉത്തരം ഈ സൈഡിൽ നിന്നുകൊണ്ട് സാർ ഞാൻ പറയാമെന്ന് പറഞ്ഞ അശ്വനി എന്ന കുട്ടിയുണ്ടല്ലോ, ആ കുട്ടി വിരൽ ചൂണ്ടുമ്പോ സാർ ഞാൻ പറയാം 1 മിനിറ്റ് കൂടി എനിക്ക് അനുവദിക്കണമെന്ന് പറയുമ്പോ അവളുടെ മനസ്സിൽ മുഴുവനുള്ളത് ആൻസറിനേക്കാൾ അപ്പുറത്ത് മോളെ മരുന്നിന് പൈസയില്ല എന്ന് പറയുന്ന അച്ഛന്റെ മുഖമാണ്. അച്ഛന്റെ മുഖം തന്റെ മനസ്സിലൂടെ ഫ്ലാഷ് ബാക്ക് പോലെ കടന്നു പോകുന്നത് കൊണ്ടാണ് സർ 1 മിനിറ്റ് എന്ന് അവൾ ആക്രോശിക്കും പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പാവപ്പെട്ടവന്റെ കുട്ടികളാണ് ഇന്ന് ഉയർന്നു പോകുന്നത്. ഓട്ടോറിക്ഷക്കാരുടെ, കൂലിപ്പണിക്കാരുടെ മക്കളാണ് ഇന്ന് ഉയർന്നു പോകുന്നത്. അതുകൊണ്ട് ഈ പ്രദേശത്ത് സാധാരണക്കാരാണ് എങ്കിൽ നിങ്ങളാരും സങ്കടപ്പെടേണ്ടതില്ല. കാരണം നിങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട് ഉയരാൻ പോകുന്ന മക്കളായിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. പക്ഷെ നിങ്ങൾ വഴി പറഞ്ഞു കൊടുക്കണം, എങ്ങനെയാ പോകേണ്ടത് എന്ന് അവർക്ക് വഴി പറഞ്ഞു കൊടുക്കണം. അത് നിർബന്ധമാണ്. കാരണം ഇനിയുള്ള തലമുറ വിദ്യാഭ്യാസമില്ലാതെ പോകരുത്. നമ്മുടെയൊക്കെ നാട്ടില് ഇങ്ങനത്തെ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കൂടുതലും +2 കഴിഞ്ഞാൽ നിർത്തും, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകും. ആ ജോലി പിന്നെ കാലങ്ങളായിട്ട് നടക്കൽ എന്തായിരിക്കും അറിയോ? ശരീരം കൊണ്ട് ചെയ്യുന്ന ജോലിയായിട്ട് മാറും. എന്നാൽ ബുദ്ധി കൊണ്ട് ചെയ്യുന്നതാകുമ്പോ കുറച്ചും കൂടി റേഞ്ചിലേക്ക് കൂടാൻ പറ്റും. ഇനി അതായിരിക്കണം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പൊ പഠിച്ചവര് ടീച്ചേഴ്സ് ആകുന്നുണ്ടല്ലോ, അവര് ബുദ്ധി കൊണ്ടാ കളിക്കണം എന്നൊക്കെ നമ്മൾ ചോദിക്കും. വിദ്യാഭ്യാസത്തിന്റെ പാരമ്യതയാണ് ഞാൻ എപ്പോഴും പറയാം. കേവലം എവിടെയെങ്കിലും ഒരു ടീച്ചറായി അല്ലെങ്കിൽ കേവലം എവിടെയെങ്കിലും ഒരു ക്ലർക്കായി അതിനെ പറ്റിയല്ല ഞാൻ ഈ പറയുന്നത്. Aim the sky, you can't reach on the top of the tree. If you aim the tree, you can live on the earth. ആകാശ ലക്ഷ്യാക്കിയാലേ മരത്തിന്റെ മുകളിലെങ്കിലും നമുക്ക് എത്താൻ പറ്റും. മരത്തിന്റെ മുകളാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ താഴത്ത് തന്നെ കിടക്കേണ്ടി വരും. അതുകൊണ്ട് ആകാശം പോലെ നമ്മുടെ കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റണം. അതിന് രക്ഷിതാക്കളാണ് ആദ്യം തയ്യാറാക്കേണ്ടത്. നമ്മളെ കുട്ടികളെ ഡോക്ടറാക്കണം. നിങ്ങളെ കുട്ടികൾക്ക് നീറ്റ് കിട്ടി എന്ന് വെക്കുക. നീറ്റ് എന്ന് പറയുന്ന എക്സാമിനേഷൻ അത് കിട്ടി എന്ന് വെക്കുക. എന്നിട്ട് ഫീസ് അടക്കാൻ, നീറ്റ് കിട്ടിയാലുണ്ട് കുറച്ച് ഫീസ് മെഡിക്കൽ കോളേജിൽ കൊടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് അത് ഇല്ല എന്ന് വെക്ക്. ഇവിടുത്തെ ചാരിറ്റബിൾ സൊസൈറ്റിക്ക്, ഇവിടുത്തെ പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശിഹാബ് തങ്ങൾ റിലീഫ് കമ്മിറ്റിക്ക് ചിലപ്പോൾ അത് അത്ര ലക്ഷങ്ങൾ തരാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മുടെ ഈ കേരളത്തില് ഒരുപാട് കുബേരന്മാരായ പൈസക്കാരായ ആളുകളുണ്ട്. നീറ്റ് കിട്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഞങ്ങൾക്ക് ഫീസ് അടക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ അവര് തരാൻ തയ്യാറാണ്. കാരണം നീറ്റ് കിട്ടിയ ഒരു കുട്ടിയും MBBS പോകാതിരിക്കരുത് എന്നതുകൊണ്ട്.
അതുകൊണ്ട് സമ്പത്തില്ലാത്തത് കൊണ്ട് നമ്മൾ പഠിപ്പിക്കാതിരിക്കരുത്. ഇഷ്ടം പോലെ ആളുകളുടെ ഒരുപാട് ഫണ്ടുകളുണ്ട്. CSR എന്ന് പറയുന്ന ഫണ്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ സക്കാത്ത് ഫണ്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ ഉണ്ട്. അതിനു വേണ്ടി സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നീറ്റ് കിട്ടിയിട്ട് ഡോക്ടറാകാൻ പറ്റില്ല എന്ന് പറയരുത്. ഇതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് JEE എഴുതുന്നവർക്കാണ് IIT-യിലും അതേപോലെ തന്നെ NIT-യിലേക്ക് എത്താൻ പറ്റുക. JEE എന്ന് പറഞ്ഞാൽ ജോയിന്റ് എൻട്രൻസ് എക്സാം എന്ന് പറയുന്ന എക്സാമാണ്. അതിന്റെ മെയിനും അഡ്വാൻസും ഉണ്ട്. ആ സാധനം എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ, IIT-യിൽ പോകുമ്പോൾ ചില രീതിയിലുള്ള ചില ചെലവുകളൊക്കെ അവർക്ക് വരും. അത് ഏറ്റെടുക്കാൻ ആളുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടികൾക്ക് പൈസ ഇല്ല എന്നതുകൊണ്ട് പഠിപ്പിക്കാതിരിക്കരുത്. പിന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, അതിബുദ്ധിമാന്മാരായ ആളുകൾക്ക് പഠിക്കാനൊരു നയാ പൈസയുടെ ആവശ്യമില്ല. കോഴിക്കോട് MM സ്കൂളിലെ അതിന്റെ മാനേജ്മെന്റ് കമ്മിറ്റിയിലെ മെമ്പർ എന്നോട് പറഞ്ഞത്, ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒരുപാട് സ്ഥലം പ്രസംഗിക്കുന്നിടത്തൊക്കെ ഞാൻ എല്ലാ ടോപ്പ് യൂണിവേഴ്സിറ്റികളെ കുറിച്ചും പറയാറുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, സാർ നിങ്ങളുടെയൊക്കെ സംസാരങ്ങളൊക്കെ കേട്ടിട്ട് എന്റെ മകൻ ഇങ്ങനെ കമ്പ്യൂട്ടറിൽ ഇരുന്നിരുന്ന് പോയി അവസാനം UK-യിലെ വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടി. ഞാൻ എപ്പോഴും പറയുന്ന 1ാം സ്ഥാനത്ത് നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ കിട്ടി. വീട്ടിലിരുന്നിട്ട് അതൊക്കെ ചെയ്യുന്നത് ജസ്റ്റ് അവന്റെ മൊബൈലിലൂടെ ചെയ്ത് അവൻ കയറി. എന്നിട്ട് അദ്ദേഹം സന്തോഷത്തോട് കൂടിയിട്ട് പറയാണ്, അവനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ കൊടുത്തത് യൂണിവേഴ്സിറ്റിയാണ്. നമ്മൾ വിചാരിക്കുന്നത് എന്താ, ലണ്ടനിലേക്ക് പോകാൻ നമ്മുടെ കുട്ടികൾക്ക് ലക്ഷങ്ങൾ വേണമെന്നല്ലേ? അത് താൽക്കാലിക യൂണിവേഴ്സിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഫീസ് അടച്ച് പഠിക്കുന്ന യൂണിവേഴ്സിറ്റി പോകാൻ അത് വേണ്ടി വരും. പക്ഷേ ഉയർന്ന ബുദ്ധിശക്തിയുള്ള കുട്ടികൾക്ക് അവിടുത്തെ ടോപ്പ് കോളേജിലേക്ക് എത്താൻ അവിടുന്ന് കൊടുക്കുന്ന സ്കോളർഷിപ്പുകളുണ്ട്. ആ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ അത് നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയാൽ ടിക്കറ്റിന്റെ പൈസ പോലും നിങ്ങൾ എടുക്കേണ്ടി വരില്ല. MM സ്കൂളിലെ പ്രിയപ്പെട്ട ഒരു സഹോദരന്റെ മകന്റെ കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് സമ്പത്തില്ല എന്നതിന്റെ പേരിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാതിരിക്കരുത്. പാലക്കാടിന്റെ അസിസ്റ്റന്റ് കളക്ടറെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കാറുള്ള ഒരു വ്യക്തിത്വമാണ് പാലക്കാടിന്റെ അസിസ്റ്റന്റ് കളക്ടർ. ഞാൻ അന്ന് കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് 26 വയസ്സേ ഉള്ളൂ. കൊറോണയ്ക്ക് മുമ്പാണ് ഞങ്ങൾ രണ്ടാളും കൂടി ഒന്നിച്ചൊരു പരിപാടിക്കുണ്ടായത്. അദ്ദേഹം ഉദ്ഘാടനത്തിന് വന്നു, ഞാൻ മുഖ്യ സംസാരത്തിന് ചെന്നു. ഉദ്ഘാടകനായി കളക്ടർ വന്നപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാനൊരു 10 മിനിറ്റേ സംസാരിക്കുള്ളൂ, അവിടെ 10 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും, ബാക്കി നിങ്ങൾ സംസാരിക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കളക്ടർ അല്ലേ, നിങ്ങൾ കുറച്ചു നേരം സംസാരിക്കുക എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം രാജസ്ഥാനിയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, ഇല്ല ഞാൻ സംസാരിക്കുന്നില്ല, ഞാൻ എൻ്റെ ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് നിർത്താം, കുട്ടികൾക്ക് ഇൻസ്പിറേഷണൽ സ്റ്റോറി. അങ്ങനെ അദ്ദേഹം പറഞ്ഞു തുടങ്ങി. ഞാനും ഇങ്ങനെ ആദ്യം അദ്ദേഹം ഇങ്ങനെ തുടങ്ങി, അദ്ദേഹം ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോ ആദ്യം അത്ര അട്രാക്റ്റീവ് അല്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കഥയായപ്പോ ഇങ്ങനെ ശ്രദ്ധ ഇങ്ങനെ കൂടി വന്നു. എന്താ അദ്ദേഹം പറഞ്ഞെന്നറിയോ? അദ്ദേഹം പറഞ്ഞെന്താന്ന് വെച്ചാല്, ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ ആ സമയത്ത് ആകെ ഞങ്ങൾക്കുള്ളത് 15 സെന്റ് സ്ഥലവും അതിലൊരു കൊച്ചു വീടുമാണ്. വെറും 15 സെന്റ് സ്ഥലം. നമ്മുടെ നാട്ടിലെ ഇരുമ്പുഴി ഭാഗത്തൊക്കെ 15 സെന്റ് സ്ഥലം അത്യാവശ്യം വരേണ്ട പോലെ. രാജസ്ഥാനിൽ ഒഴിഞ്ഞ സ്ഥലത്ത് 15 സെന്റ് സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ അതിന് ചിലപ്പോൾ 1.5 ലക്ഷം രൂപ വരേണ്ട പോലെ, ആ 15 സെന്റിലും കൂടി. അങ്ങനെ 15 സെന്റ് സ്ഥലത്ത് ഒരു കൊച്ചു വീടാണ്. അദ്ദേഹം തന്റെ സംസാരം തുടങ്ങുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ സിവിൽ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് മെനക്കെടുകയാണ്. എങ്ങനെയെങ്കിലും സിവിൽ സർവീസ് കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. അപ്പോ പറഞ്ഞു വരുന്ന കാര്യം അദ്ദേഹം പറയാണ്, അങ്ങനെ പുറത്തു പോയിട്ട് സിവിൽ സർവീസ് ചെയ്യണമെന്ന മോഹമുണ്ടായി. അങ്ങനെ ഡൽഹിയിലേക്ക് വണ്ടി കയറിയ സമയത്ത് ഞാൻ അച്ഛനോട് അധികമൊന്നും പറഞ്ഞില്ല. കാരണം അച്ഛൻ സാധാരണ കൃഷിപ്പണിക്കാരനാണ്. 15 സെന്റ് സ്ഥലം, അപ്പുറത്ത് വേറൊരാളെ കൃഷി സ്ഥലത്ത് പോയി ഡെയിലി കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് എന്നെ പഠിപ്പിക്കാൻ മാസത്തിൽ 5000-10000 അയച്ചു തരാൻ കഴിയില്ല. അങ്ങനെ ഞാൻ ഡൽഹിയിലേക്ക് വിധി പോലെ നടക്കുമെന്ന് വിചാരിച്ച് ഞാൻ കയറി. അങ്ങനെ അദ്ദേഹം പറയാണ്, അവിടെ ഞാൻ എത്തി പഠനം തുടങ്ങുമ്പോ മണി ഓർഡർ ആയിട്ട് എല്ലാ മാസവും 3000 രൂപ എന്റെ അച്ഛൻ എനിക്ക് അയച്ചു തരുമായിരുന്നു. മോനെ നീ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് 3000 രൂപ എങ്ങനെയാണ് അയക്കുന്നത് എന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം അത്ര കഠിനാധ്വാനം ചെയ്ത് പട്ടിണി കിടക്കും പോലെ കിടന്ന് മോൻ കലക്ടറാകുന്നതും പ്രതീക്ഷിച്ച് ഈ 3000 രൂപ എല്ലാ മാസവും അദ്ദേഹം അയച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹം പറയാണ്, ആദ്യത്തെ പ്രാവശ്യം തന്നെ എനിക്ക് സിവിൽ സർവീസ് കിട്ടി. അദ്ദേഹം പാലക്കാടിന്റെ അസിസ്റ്റന്റ് കളക്ടർ ആകുമ്പോൾ തന്നെ വയസ്സ് 26 ആയിട്ടുള്ളൂ.
ആദ്യത്തെ പ്രാവശ്യം തന്നെ എനിക്ക് കിട്ടി. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോ ഞാൻ എന്റെ സങ്കടം കൊണ്ട് കരഞ്ഞു പോയി. കാരണം എന്റെ കയ്യിൽ മൊബൈൽ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞത് APJ അബ്ദുൽ കലാമിന്റെ കാലത്തെ കഥയല്ല, ഈ ഒരു 2-3 കൊല്ലം മുമ്പുള്ള കഥയാണ്. എന്റെ കയ്യിൽ സ്വന്തമായി മൊബൈൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് അയൽവാസിയുടെ അഥവാ തന്റെ റൂംമേറ്റ് അല്ലാത്ത അപ്പുറത്തുള്ള ഒരു കുട്ടിയുടെ ഫോണ് വിളിച്ചിട്ടാണ് ഞാൻ അച്ഛനെ അറിയിച്ചത്, അച്ഛാ ഞാൻ IAS പാസ്സായി എന്ന്. ആ സമയത്ത് അച്ഛൻ പൊട്ടിക്കരഞ്ഞു. കരഞ്ഞ് വല്ലാണ്ടായപ്പോ എനിക്ക് അച്ഛനെ കാണണമെന്ന മോഹമായി. കാരണം അമിതമായി സന്തോഷിച്ചാലും ചിലപ്പോ അറ്റാക്ക് വരാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം പറയാണ്, ഞാൻ രാജസ്ഥാനിലെത്തി. എന്റെ വീട്ടിലേക്ക് കയറിയപ്പോ അച്ഛനും അമ്മയും കൂടി എന്നെ ആലിംഗനം ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിക്കുക. അദ്ദേഹത്തിന് കണ്ണുകൾ നിറഞ്ഞിട്ട് അവസാനിപ്പിക്കേണ്ടി വരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആരോരുമില്ലാത്ത പാവം ഒരു 15 സെന്റ് സ്ഥലത്ത് ആകെയുള്ള ഒരു രീതിയിൽ മാത്രം നടക്കുന്ന ഒരു മനുഷ്യന്റെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞു പോയതല്ല, 2 വർഷം മുമ്പ് കഴിഞ്ഞു പോയത്. അതുകൊണ്ട് നമുക്ക് സാമ്പത്തികപരമായിട്ടില്ല എന്നുള്ള വാദം ഒരിക്കലും നമ്മൾ പറയരുത്, ഒരിക്കലും പറയരുത്. കുട്ടികൾ ഉയർന്നു പോകാൻ സമ്പത്തിനേക്കാൾ വലുത് അവർക്ക് ബുദ്ധിശക്തി കൊടുക്കുക എന്നതാണ്. ആ ബുദ്ധിശക്തി കൊടുക്കണമെങ്കിൽ നമുക്ക് നല്ല സപ്പോർട്ടീവായി നിന്ന് കൊടുക്കണം. കുട്ടികളെങ്ങനെ ഒരു സ്വപ്ന ലോകത്തിലേക്ക് കൊണ്ടുപോകണം, കുട്ടികളെ നല്ല പഠിപ്പിക്കണം, നല്ല ഉയർച്ചയിലേക്ക് കൊണ്ടുപോകണം. അവരങ്ങനെ ഡോക്ടറോ എഞ്ചിനീയറോ അതിന്റെ അപ്പുറത്ത് സിവിൽ സർവീസോ അല്ലെങ്കിൽ വേറെയുള്ള ഏതെങ്കിലും ലോയറോ ഏത് മേഖലയിലേക്കും തിരിയട്ടെ. അതിനേക്കാളൊക്കെ നമ്മൾ കാണുന്നത് കുട്ടികൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഞാൻ നിർബന്ധിക്കല്ല, കുട്ടികൾ ഹാഫിളായി ആലിമായി ദീനീപരമായ പേഴ്സണാലിറ്റിയായി അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇന്നാളെ കബീർ ബാക്കവി വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ പോയിരുന്നു. കബീർ ബാക്കവി നമ്മുടെ വീട്ടിൽ വന്നു. ഞാൻ അതിന് മുമ്പ് 2 പ്രാവശ്യം വിളിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അവിടെ നേരിട്ട് വീട്ടിൽ വന്നിട്ട് എന്നെ കയ്യോടെ പിടികൂടിയിട്ട് നിങ്ങൾ പരിപാടിക്ക് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി അദ്ദേഹത്തിന്റെ ഈ ഹംദാൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന വലിയ സ്ഥാപനത്തിൽ. അപ്പൊ അവിടെ ഞാനൊരു MBBS കാരനെ കണ്ടു. MBBS കഴിഞ്ഞ ഒരു കുട്ടി നല്ല ഉഷാറായിട്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചത് MBBS കഴിഞ്ഞിട്ട് എന്താ ഇവിടെ? അപ്പൊ പറഞ്ഞത് എന്താണെന്നറിയോ, ഞാൻ ഇനി MBBS കഴിഞ്ഞു, അപ്പൊ ഞാൻ ഡോക്ടറായി, ഇനി എനിക്ക് ഹാഫിളാകണം നല്ലൊരു പൂതിയുണ്ട്, അതുകൊണ്ട് 2 വർഷത്തേക്ക് ഞാൻ ഇവിടെ ഹാഫിളാകാൻ വേണ്ടി വന്നതാണ്. ഒന്നാലോചിക്കട്ടെ, MBBS കഴിഞ്ഞിട്ട് ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഹംദാൻ ഫൗണ്ടേഷനിൽ എത്തിയിരിക്കാം. ഞാൻ അധികം ആൾക്കാരെ സെൽഫി ഒന്നും എടുക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരം കിട്ടാറില്ല ഒന്നാമത്തത്. പക്ഷേ ഈ കുട്ടിയുടെ സെൽഫി ഞാൻ എടുത്തു. കാരണം എന്താണെന്നറിയോ, അവൻ എന്റെ സെൽഫി കുറെ എടുത്തിട്ടുണ്ട്. പക്ഷെ അവന്റെ സെൽഫി ഞാൻ എടുത്തത് MBBS എന്ന് പറയുന്ന നമ്മളൊക്കെ വിചാരിക്കുന്ന ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിയിട്ടും അവൻ പിന്നെ എത്തിയത് ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഖുർആന്റെ ഹിഫ്ദ് കോഴ്സ് കഴിഞ്ഞിട്ട് അവൻ പിന്നെ എങ്ങോട്ട് പോകുന്നറിയോ, PG കോഴ്സിന് പോകും. എന്ന് പറഞ്ഞാൽ അവന്റെ ആഗ്രഹം MD ചെയ്യണമെന്നാണ്. അതിന്റെ ഇടയിൽ അവൻ വന്നിട്ടുള്ളത്, ഞാൻ മനുഷ്യരെ പഠിപ്പിച്ചതെല്ലാം ഞാൻ പഠിച്ചു, അല്ലെങ്കിൽ ഡോക്ടറായി ഞാൻ, പക്ഷേ അള്ളാഹു എന്താണ് പറഞ്ഞത് എന്ന് പഠിക്കാൻ എനിക്ക് പറ്റിയില്ല, അതുകൊണ്ട് അത് പഠിക്കാൻ വേണ്ടി ഞാൻ എത്തിയതാണ്. ഞാൻ ബാംഗ്ലൂരിൽ ഒരു പരിപാടിക്ക് പോയി. ഇതിന്റെ കൂട്ടത്തിൽ അതും കൂടി പറയുന്ന ഒരു മദ്രസ ഹാളാണ്. ബാംഗ്ലൂരിൽ ഒരിക്കൽ പരിപാടിക്ക് പോയി. എന്താ പരിപാടി എന്നറിയോ? ബാംഗ്ലൂരിലെ ഡോക്ടേഴ്സ് ആയ ആളുകൾ, അവിടുത്തെ വലിയ വലിയ IT വിദഗ്ധന്മാര്, വലിയ ഉദ്യോഗസ്ഥന്മാര്, ലക്ഷങ്ങൾ സാലറി വാങ്ങിക്കുന്നവര്, അവര് 5 കൊല്ലത്തെ ആഡിൽ കോഴ്സ് നടത്താൻ നെറ്റുവയിലെ കോഴ്സാണ് നടത്തുന്നത്. എന്നിട്ട് അവിടെ സൽമാൻ ഹുസൈനി നബിയെ കൊണ്ടുവന്നിരിക്കുകയാണ്. നെറ്റുവയിൽ നിന്ന് 5 കൊല്ലത്തെ കോഴ്സ് ചെയ്യുന്നത് ആരാ? ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സുമാണ്. എന്നിട്ട് അവർക്ക് സനത് കൊടുക്കാൻ വേണ്ടി അദ്ദേഹം വന്നിരിക്കുകയാണ്. ആ പരിപാടിക്കാണ് എന്നെ ക്ഷണിച്ചത്. നജീബി സാഹിബിനെ നമുക്കൊക്കെ അറിയാലോ. കേരളക്കരയിൽ വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് പ്രിയപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാർ അവർകളാണ്. അദ്ദേഹത്തിന്റെ വളർത്തുമകൻ റാബി ഹസൻ നദവിയാണ് പ്രിയപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ 2-3 വർഷം മുമ്പ് പ്രിയപ്പെട്ട ഫൈസാബാദിൽ കൊണ്ടുവന്നത്, മുഖ്യാതിഥിയായി കൊണ്ടുവന്നത്. അവർ നടത്തുന്ന 5 വർഷത്തെ ഖാമിസ എന്ന് പറയുന്ന കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ബാംഗ്ലൂരിലെ ഏറ്റവും ടോപ്പ് റേഞ്ചിലുള്ള ആളുകൾ 5 കൊല്ലത്തെ കോഴ്സ്, ഖാമിസ കോഴ്സ്. അത് അറബി മീഡിയം തന്നെയാണ്. അറബി മീഡിയം, ഉറുദു മീഡിയം അല്ല. അതായത് അറബി കിതാബുകൾ അറബിക് മീഡിയത്തിൽ. കാരണം ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ചും കൂടി ഒരു സ്പെഷ്യൽ ബ്രെയിൻ ഉണ്ടാകും. കാരണം അത്രയും സബ്ജക്ട് കഴിഞ്ഞിട്ട് വന്നവരവര്. അവര് ദീന് പഠിക്കാൻ പുറപ്പെട്ടാൽ നമ്മളെ പോലെയുള്ള ആൾക്കാർ 10 കൊല്ലം കൊണ്ട് പഠിക്കുന്നത് അവർ 5 കൊല്ലം കൊണ്ട് പഠിക്കും. കാരണം അവർ അത്രയും ബ്രെയിനിട്ട് കളിക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ദീനീപരമായ അവസ്ഥ കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്.
കുട്ടികൾക്ക് മൂല്യവത്തായ വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. യൂറോപ്പിൽ പോയി പഠിച്ചാലും ദീന് നഷ്ടപ്പെടാതെ അവർ തിരിച്ചെത്തണം. ഡോക്ടർ അല്ലമ ഇക്ബാലൊക്കെ ചെയ്തതുപോലെ. അല്ലമ ഇക്ബാൽ കുറെ വർഷം യൂറോപ്പിൽ പോയി പഠിച്ചിട്ട് തിരിച്ചു വരുമ്പോ അദ്ദേഹം ഒരു കവിതയുടെ കുറിപ്പെഴുതി. എന്താണെന്നറിയോ? ഈ യൂറോപ്പ്, നിന്റെ താഴ്വാരത്തിൽ ഞാൻ വന്നത് എന്തിനാണെന്നറിയുമോ? നിന്റെ ഈ താഴ്വാരത്തിൽ വന്നത് പവിടവും മുത്തും ഒക്കെ പെറുക്കാനാണ്. പക്ഷെ ഒരു ചരൽക്കല്ല് പോലും സമ്മാനിക്കാൻ ഈ യൂറോപ്പ് നിനക്ക് സാധിച്ചില്ലല്ലോ എന്നതാണ്. അത് പറയാൻ പറ്റണം. ഒരു ചരൽക്കല്ല് പോലും, പവിടവും മുത്തും പെറുക്കാനാണ് യൂറോപ്പിൽ ഞാൻ വന്നത്, പക്ഷെ ഒരു ചരൽക്കല്ല് പോലും എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കവിത അവസാനിപ്പിക്കുന്നത്. അതിന്റെ അർത്ഥം അവളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതല്ല, പക്ഷെ മൂല്യവത്തായ രീതിയിലാണ്. ഞങ്ങളുടെ സ്പീച്ചിൽ സംസാരിക്കുന്ന പ്രിയപ്പെട്ട മൗലാന മുഹമ്മദ് അലി ജൗഹർ, ഇവിടുത്തെ ഉമ്മമാരോടാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. മൗലാന മുഹമ്മദ് അലി ജൗഹർ ഉണ്ട്. മൗലാന മുഹമ്മദ് അലി ജൗഹറിന് ഒരു ഉമ്മയാ പറഞ്ഞയക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കട്ടെ, യത്തീമായി വളർന്നിട്ടുള്ള കുട്ടിയാണ്. ആ യത്തീമായി വളർന്ന കുട്ടിയെ മോനെ നീ പോയി പഠിക്ക്, UK-യിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ, ലോകത്തിലെ ഏറ്റവും വലിയ ക്യാമ്പസിൽ പോയി പഠിക്കാനാണ് ഉമ്മ പറഞ്ഞത്. ഖുർആൻ ഹാഫിളായ, നന്നായിട്ട് കിതാബ് ഓതാൻ പഠിച്ച ഈ മകനോട്, മൗലാന മുഹമ്മദ് അലിയോട് പറയുന്ന വാക്ക്, ഇനി നീ UK-യിൽ പോയി പഠിക്കുക എന്നാണ്. അതും എവിടെ? സാധാരണ കോളേജിലല്ല, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ, ലോകത്തിലെ ഏറ്റവും ടോപ്പ് റേഞ്ചിലുള്ള ആളുകൾ പോയി പഠിച്ച സ്ഥലത്ത്, അവിടെ പോയി പഠിക്കാനാണ് പറഞ്ഞത്. മൗലാന മുഹമ്മദ് അലി ജൗഹർ ഉമ്മയുടെ വാക്ക് കേട്ടിട്ട് പോവുകയാണ്. ബീഗത്തിന്റെ വാക്ക് കേട്ടിട്ടാ പോണത്. ആ പോകുന്ന സമയത്ത് ഉമ്മ പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണെന്നറിയോ? മൗലാന മുഹമ്മദ് അലി ജൗഹറിനോട് പറയുന്നത്, മോനെ നീ പോയി വലിയ ജോലി ചെയ്ത് അതിൽ നിന്ന് കുറെ സമ്പത്തുണ്ടാക്കി, അതുകൊണ്ട് എന്റെ കുടുംബം പോറ്റാനല്ല ഞാൻ നിന്നെ പറഞ്ഞയക്കുന്നത് ഈ മഹാഭാരതത്തിന്, നമ്മുടെ ഇന്ത്യക്ക് നിന്റെ നാട്ടിലൂടെ സ്വാതന്ത്ര്യം കിട്ടണം, അതിനാ ഞാൻ പറഞ്ഞയക്കുന്നത് എന്നതാണ് ഉമ്മയുടെ വസിയത്ത്. അതാണ് അന്ന് കാപാലികരായ ബ്രിട്ടീഷുകാർ ഇവിടെ ബൂട്ടിട്ട് നരകയാത്ര നടത്തുന്ന സമയമാണ്. കബന്ധങ്ങൾക്ക് മുകളിലൂടെ ബൂട്ടിട്ട് നടക്കുന്ന സമയത്ത്, ബയനട്ടുകളെ കൊണ്ട് ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ പഠിക്കാൻ വേണ്ടി പോണത്. ആ സമയത്ത് ഉമ്മ പറഞ്ഞത്, എന്നിട്ട് കൊടുക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഉമ്മ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? മോനെ, ലണ്ടൻ ഞാൻ കണ്ടിട്ടില്ല, ലണ്ടൻ ഞാൻ അനുഭവിച്ചിട്ടില്ല, പക്ഷേ അവിടെയെല്ലാം മരം കോച്ചുന്ന തണുപ്പാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നീ ഒരു ആലിമാണ്, അഥവാ നീ ഖുർആൻ പഠിച്ച ആളാണ്. ലണ്ടന്റെ മരം കോച്ചുന്ന തണുപ്പത്ത് പോലും തഹജ്ജുദ് നീ ഒഴിവാക്കരുത് എന്നാണ്. 5 വക്ത് നിസ്കാരത്തെ കുറിച്ചല്ല പറഞ്ഞത്, അതെന്തായാലും നിർവഹിക്കുന്നറിയാം. തഹജ്ജുദ് നീ ഒഴിവാക്കരുത്, ഇതാണ് ഉമ്മന്റെ വസിയത്ത്. അതിന് അദ്ദേഹം അവിടെ പോയി പഠിക്കുന്നു. പഠനത്തിനടുക്ക് അല്ലമ ഇക്ബാൽ തിരിച്ചു വിളിക്കുന്നു. അദ്ദേഹത്തിന്റെ കത്ത് ചെല്ലുന്നു. ഇന്ത്യക്കാരെ തിരിച്ചു വിളിക്കുന്നു. വരുന്ന സമയത്ത് ഗാന്ധിജി അടക്കം ജയിലിലാണ്. അവരെ മോചിപ്പിക്കാൻ വാദിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ 1931 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കാൻ വേണ്ടി ബ്രിട്ടനിലേക്ക് അദ്ദേഹം കടന്നു പോകുന്ന സമയത്ത് ബോംബെയിൽ നിന്ന് കപ്പലിൽ കയറുമ്പോ നേതാക്കന്മാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, മൗലാന വാട്ട്സ് യുവർ മാനിഫെസ്റ്റോ? നിങ്ങൾ അവിടെ പോയിട്ട് എന്താ പറയുക? എന്റെ ഷർവാണിയുടെ പോക്കറ്റിൽ നിന്നും വിശുദ്ധ ഖുർആന്റെ പതിപ്പെടുത്ത് ഇങ്ങനെ ഉയർത്തി കാണിച്ചുകൊണ്ട്, ഇതാണ് എന്റെ പ്രകടന പത്രിക, ഇതിലുള്ളതാണ് ഞാൻ അവിടെ പോയി പറയുക എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കപ്പലിൽ കയറുന്നത്. അങ്ങനെ അന്ന് 80 രാജ്യം ഭരിച്ച, ഞാനിത് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, 80 രാജ്യം ഭരിച്ച ജോർജിന്റെ മുമ്പിലാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. ആ ജോർജിനോട് ആദ്യം തന്നെ പറഞ്ഞത്, എനിക്ക് സമയം നേടി തരണമെന്നാണ്. ജോർജിനറിയാം ഇത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സന്തതിയാണ്. ഓക്സ്ഫോർഡുകാരനായതുകൊണ്ട് നന്നായിട്ട് ഇംഗ്ലീഷിൽ ഇവിടെ സംസാരിച്ച് ഇന്ത്യയുടെ കാര്യം പറയും, മുസ്ലിം സമൂഹത്തിന്റെ കാര്യം പറയുമെന്ന് ജോർജിനറിയാവുന്നത് കൊണ്ട് 5 മിനിറ്റ് മാത്രം അനുവദിച്ചു. അതിൽ പ്രസംഗം തുടങ്ങുന്നത് തന്നെ, ഞാൻ 32 കോടി ജനതയുടെ പ്രതിനിധിയാണ് പ്രിയപ്പെട്ട ജോർജ് എന്നാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്. അതുകൊണ്ട് 1 കോടി ജനതയ്ക്ക് 1 മിനിറ്റ് എന്റെ സമൂഹത്തിന് വേണ്ടി, എന്റെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാൻ എനിക്ക് 32 മിനിറ്റ് എന്നതാണ്. അങ്ങനെ കുറച്ച് സമയം നീട്ടിക്കൊടുക്കുന്നു. തന്റെ സംസാര മധ്യേ അദ്ദേഹം പറഞ്ഞ വാക്ക്, എന്റെ സ്നേഹവാചനമായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും ജോർജ് പറയാൻ, 80 രാജ്യം ഭരിക്കുന്ന ജോർജ്, അന്ന് 80 രാജ്യമാണ് ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള, ഇൻക്ലൂഡിംഗ് ഇന്ത്യ അടക്കം. ആ ജോർജ് പറയാണ്, ഇവിടെ പറയരുത് ആ പേര് പറയാനുള്ള ഇടമല്ല ഇത്. കാലങ്ങൾക്ക് ശേഷം അതേ ബക്കിംഗ്ഹാം പാലസിൽ നമ്മളും പോയിട്ടുണ്ട്. ബക്കിംഗ്ഹാം പാലസിൽ കയറിയപ്പോ ലണ്ടൻ സിറ്റിയിലെ ബക്കിംഗ്ഹാം പാലസിൽ ഇങ്ങനെ നോക്കി, എവിടെ നിന്നിട്ടായിരിക്കുമെന്ന് മൗലാന മുഹമ്മദ് അലി ജൗഹർ സംസാരിച്ചിട്ടുണ്ടാവുക എന്ന്.
ബക്കിംഗ്ഹാം പാലസിനെ പിടിച്ചു കുലുക്കി അന്ന് സംസാരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട ജൗഹർ. Stop there, don't indicate here. ഇവിടെ പറയരുത് ആ മനുഷ്യന്റെ പേര് എന്ന് പറഞ്ഞപ്പോഴേക്കും തന്റെ മുമ്പിലുള്ള മേശയിൽ കൈകൾ അടിച്ചുകൊണ്ട് നേരെ എഴുന്നേറ്റിട്ട് അദ്ദേഹം പറഞ്ഞത്, അതുവരെ ഹോണറബിൾ ജോർജ്, ബഹുവന്യനായ ജോർജ് എന്നായിരുന്നു, അത് ലോകത്തിന്റെ മാന്യത. പക്ഷെ ആ മാന്യതയെല്ലാം വിട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, മിസ്റ്റർ ജോർജ്, if you ask about my religion, firstly, secondly, finally, I'm a Muslim, Mr. George. If you ask about my nation, firstly, secondly, finally, I'm an Indian, Mr. George. നിങ്ങൾ ചോദിക്കുന്നത് എന്റെ മതത്തെ കുറിച്ചാണോ? നിങ്ങൾ ചോദിക്കുന്നതിന്റെ മതത്തെ കുറിച്ചാണെങ്കിൽ ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു മുസൽമാനാണ്, ഞാനൊരു മുസൽമാൻ മാത്രമാണ് മിസ്റ്റർ ജോർജ്. നിങ്ങൾ ചോദിക്കുന്നത് എന്റെ രാജ്യത്തെ കുറിച്ചാണോ? ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഞാനൊരു ഇന്ത്യക്കാരൻ മാത്രമാണ്. ഈ പ്രസംഗം വൈകാരികമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ ആ പ്രസംഗത്തിന്റെയാണ് അദ്ദേഹം എന്താകുന്നത്, തന്റെ പ്രഷർ ഡൗൺ ആയി അല്ലെങ്കിൽ പ്രഷർ കയറി അദ്ദേഹം കൂടുന്നതും ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റുന്നതും വഴിമധ്യേ അദ്ദേഹം മരിക്കുന്നതും. അതുകൊണ്ടാണ് ഗാന്ധിജി എഴുതി വെച്ചത്, ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് ആളുകൾ സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ സംസാരിക്കാൻ പോയിട്ട് തിരിച്ചു വരാതെ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് മൗലാന മുഹമ്മദ് അലി ജൗഹറാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി പോയതാണ് അദ്ദേഹം. പിന്നെ ഈ രാജ്യത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല. അദ്ദേഹം അവസാനമായി വസിയത്ത് എഴുതി വെക്കുന്നുണ്ട്. ആ വസിയത്ത് എന്താണെന്നറിയോ? ആ വസിയത്തിൽ അദ്ദേഹം പറയുന്ന 2 വസിയത്തുകളുടെ ഇംഗ്ലീഷിലും ഒന്ന് ഉറുദുവിലും. ഉറുദുവിലെ കവിത മനസ്സിലാകുന്നവർക്ക് മാത്രമേ മനസ്സിലാകൂ, അല്ലാത്തവർക്ക് അത് മനസ്സിലാകില്ല. ഞാനിപ്പോ അസുഖബാധിതനായി കിടക്കുമ്പോ പലപ്പോഴും ഉറക്കത്തിലേക്ക് കടന്നു പോകുമ്പോ എന്റെ സ്വപ്നങ്ങളിൽ അറിയാതെ എപ്പോഴൊക്കെയോ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നു. അദ്ദേഹം നീണ്ട താടിയും വെച്ചു തുർക്കിത്തൊപ്പിയും ധരിച്ചിട്ടായിരുന്നു സഞ്ചരിച്ചിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, എന്റെ ഉറക്കത്തിൽ ചിലപ്പോ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കടന്നു വരുന്നു. ഈ മഹാഭാവിയായ എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഞാൻ ആലോചിച്ചു നോക്കിയപ്പോ എന്റെ പ്രത്യേകതയല്ല അത്, എനിക്കൊരു മഹത്വവുമില്ല. പക്ഷെ എന്റെ ഉമ്മ എന്നെ ചെറുപ്പം മുതലേ ഇങ്ങനെയാണ് വളർത്തിയത്, സുന്നത്തനുസരിച്ച് നടക്കാനാണ് പഠിപ്പിച്ചത്. ലണ്ടന്റെ മലം കോച്ചുന്ന തണുപ്പത്തും തഹജ്ജുദ് ഒഴിവാക്കരുത് എന്നാണ് എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ടാകാം ഇങ്ങനെ സംഭവിച്ചത് എന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് നമ്മുടെ മക്കളെ ഈ തോതിലായിരിക്കണം നമ്മൾ വളർത്തേണ്ടത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടാമതായി അദ്ദേഹം ഒരു വസിയത്ത് എഴുതി, എന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുപോകരുത്. ജോർജിന്റെ മുമ്പിലുള്ള പ്രസംഗത്തിലും അദ്ദേഹം അത് പറഞ്ഞിരുന്നു, എനിക്ക് ഒന്നുകിൽ ഇന്ത്യ, എന്റെ ഇന്ത്യയിൽ നിങ്ങൾ സ്വാതന്ത്ര്യം താ, ഐ വാണ്ട് ഫ്രീഡം ടു മൈ ഇന്ത്യ, എന്റെ ഇന്ത്യയിലേക്ക് സ്വാതന്ത്ര്യം താ, അല്ലെങ്കിൽ ഐ വാണ്ട് 6 feet here, എനിക്ക് 6 അടി മണ്ണ് ഇവിടുത്തെ സ്വാതന്ത്ര്യമുള്ള മണ്ണിൽ കിടക്കാൻ ഒരു അനുവാദം താ, അല്ലെങ്കിൽ എന്റെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം താ. എന്നിട്ട് അദ്ദേഹം വസിയത്ത് എഴുതി വെച്ചത് എന്താണെന്നറിയോ? അദ്ദേഹം വസിയത്തിൽ എഴുതി വെച്ചു, ഇന്ത്യയിലേക്ക് എന്നെ കൊണ്ടുപോകരുത്. ചരിത്രം നമ്മൾ പറയണം, ചരിത്രം നമ്മൾ ആവർത്തിക്കണം. ചരിത്രങ്ങളെല്ലാം ഇന്ന് മുന്നിട്ട് കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, അവരെന്നെ കാത്തിരിക്കുന്നു, ഇന്ത്യൻ ജനത കാത്തിരിക്കുന്നു, ഞാൻ സ്വാതന്ത്ര്യവുമായി ചെല്ലുന്നത്, അല്ലെങ്കിൽ തന്റെ കൂടെയുള്ളവരും എല്ലാവരും സ്വാതന്ത്ര്യവുമായി ചെയ്യുന്നത് കൊണ്ട് എന്നെ അങ്ങോട്ട് വിടരുത്. അഥവാ വഴിക്ക് വെച്ച് ഞാൻ മരിച്ചാൽ എന്നെ ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുപോയി അടക്കം ചെയ്യപ്പെടണം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെയും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും അതേപോലെ തന്നെ ഒരുപാട് പ്രവാചകന്മാരെയും ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും ഒക്കെ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രവാചകന്മാർ അടക്കം ചെയ്ത സ്ഥലത്ത് എന്നെ കൊണ്ടുപോയി അടക്കം ചെയ്യണമെന്ന വസിയത്താണ് അദ്ദേഹം വെച്ചത്. അത് അതുപോലെ തന്നെ സംഭവിച്ചു. ബൈത്തുൽ മുഖദ്ദസിൽ നിങ്ങളിപ്പോ അവിടുത്തെ ഡയറികളൊക്കെ ഒന്ന് പരിശോധിക്കും, അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും, ഇന്ത്യ ചരിത്രത്തിന്റെ രത്നമെന്നറിയപ്പെടുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ ഇവിടെയാണ് അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ ഖബർഗേഹം ഇന്ന് അവിടെയാണുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മക്കൾ യത്തീമായാലും, ഇതൊരു യത്തീമായി വളർന്ന കുട്ടിയാണ്, നമ്മുടെ മക്കൾ യത്തീമായാലും വളർത്തിക്കൊണ്ടുവരണം നമ്മൾ. നമുക്ക് മാതാവ് മാത്രമേ ഉള്ളൂവെങ്കിലും ആ കുട്ടികൾ വളർന്നു വരണമെന്നതാണ്, ഉയർന്നുയർന്നു വരണമെന്നതാണ്. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ മക്കളെ പഠിപ്പിക്കുക, വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുക. സാധിക്കുമെങ്കിൽ അവരെ നീറ്റ് പോലെ എഴുതിപ്പിക്കുക, JEE പോലെ എഴുതിപ്പിക്കുക. JEE എഴുതിയാൽ അത് അഡ്വാൻസും മെയിനും ഉണ്ട്. മെയിൻ കഴിഞ്ഞാൽ പിന്നെ അഡ്വാൻസ് 2 എക്സാമാണ്. അത് കഴിഞ്ഞാൽ അവർ IIT-യിലെത്തും, അല്ലെങ്കിൽ NIT-യിലെങ്കിലും അവരെത്തും. അതെല്ലാം നീറ്റ് എഴുതിയാൽ നമ്മൾ കാണുന്ന കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ പല സ്ഥലത്തുമുള്ള മെഡിക്കൽ കോളേജുകളിൽ അവരെത്തും. പഠിക്കട്ടെ നമ്മുടെ മക്കൾ.
ഇനി അതിനേക്കാൾ ഉയർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? സിവിൽ സർവീസിന് വിടലാണ്. സിവിൽ സർവീസിനൊക്കെ പറ്റോ എന്ന് ഇന്നലെ ഷാഹിദിന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു, തിരുവള്ളൂരിന്റെ കൂടെ. അദ്ദേഹം സിവിൽ സർവീസുകാരനാണ്. ഞങ്ങൾ ഒന്നിച്ചൊരു പരിപാടിയിലുണ്ടായി. 33 വയസ്സായിട്ടുള്ളൂ. പക്ഷേ 9 തവണയാണ് അദ്ദേഹം ആ എക്സാമിനേഷൻ എഴുതിയത്. ഞാനായിട്ട് പറയില്ല, ഇന്നലെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു 9 തവണയാണ് ഞാൻ എന്താക്കിയത്, സിവിൽ സർവീസ് എഴുതിയത്. അങ്ങനെയാണ് അദ്ദേഹം ഇന്ന് ഉന്നത പൊസിഷനിലിരിക്കുന്നത്. അതുകൊണ്ട് എത്ര തവണ എഴുതിയാലും എങ്ങനെ പോയാൽ ആ ഡെസ്റ്റിനേഷനിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തണം. എല്ലാ സമുദായത്തിലുള്ളവരും എത്തണം, എല്ലാ സമൂഹത്തിലുള്ളവരും എത്തണം, നീതിപൂർവമായിട്ട് എത്തണം. ബയാസില്ലാതെ, മറ്റുള്ളവരെ തകർക്കാതെ, വർഗീയതയില്ലാതെ എല്ലാവരും അങ്ങോട്ടെത്തണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഈ ഗ്രാമം തയ്യാറാകണം. നിങ്ങൾ ഈ പറയുന്നതൊക്കെ എനിക്ക് ഇനാവാണോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും. ഇങ്ങനെയൊക്കെ തന്നെ എല്ലായിടത്തും ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്, എല്ലായിടത്തും ഇങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളത്. ആദ്യം ഒരു തുടക്കം ഉണ്ടാവും, പിന്നെ എല്ലാവരും കൂടിയാണ് കൂടും. അങ്ങനെ കുട്ടികൾ, തലമുറകൾ മാറിക്കൊണ്ടേയിരിക്കും. ഒരു പിതാവ് വിചാരിച്ചാൽ മതി സത്യത്തിൽ തന്നെ മക്കൾ എങ്ങനെയാകണമെന്ന്. ഞാൻ തിരുവനന്തപുരത്ത് ഒരു കുടുംബസംഗമത്തിന് പോയി, പുലിപ്പാറ കുടുംബസംഗമം. ആ കുടുംബസംഗമത്തിൽ ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഒരു വെല്ലിപ്പ, ആ വെല്ലിപ്പാക്ക് 12 മക്കള്, അവരുടെ മക്കള് എല്ലാം കൂടിയിട്ടൊരു വല്ലാത്തൊരു കുടുംബസംഗമം. ആ സദസ്സിൽ വെച്ചിട്ട് ഒരു വെല്ലിപ്പാന്റെ മക്കള്, പേരപ്പക്കള് കപ്പാടായിട്ട് 56 ഹാഫിളീങ്ങളാണ് ആദരിച്ചത്. ഒരു വെല്ലിപ്പാന്റെ പേരക്കുട്ടികൾ 56 ഹാഫിളീങ്ങൾ. തിരുവനന്തപുരത്ത്. കുടുംബത്തിന്റെ പേര് പുലിപ്പാറ കുടുംബം. ഒരു വെല്ലിപ്പ വിചാരിച്ചാൽ മതി തന്റെ കുട്ടികളൊക്കെ എങ്ങനെയാകണം എന്നുള്ളത്. പക്ഷെ അത് വിചാരിക്കണം. ഇവിടെ ഇരിക്കണം നമ്മളൊക്കെ പലരും വെല്ലിപ്പാരാണല്ലോ. അതുകൊണ്ട് കുട്ടികളെ എങ്ങനെയൊക്കെ എത്തിക്കണമെന്ന് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കി അതിലൂടെ നമ്മൾ സഞ്ചരിപ്പിക്കണം. മതപരമായ മൂല്യമാണ് ആദ്യം നമ്മൾ കൊടുക്കേണ്ടത്. എന്തൊക്കെ പറഞ്ഞാലും ആ മൂല്യത്തിലൂടെ. കാരണം ആ മൂല്യം എന്താണെന്നറിയോ? മതപരമായ മൂല്യം എന്ന് പറഞ്ഞാൽ വർഗീയപരമായ മൂല്യം എന്നല്ല അതിന്റെ അർത്ഥം. മതപരമായ മൂല്യം എന്ന് പറഞ്ഞാൽ തസവൂഫിയൻ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ ഇഹ്സാനാണ് ഏറ്റവും ടോപ്പ്. ഇസ്ലാമുണ്ട്, ഈമാനുണ്ട്, ഇഹ്സാനുണ്ട്. ഇഹ്സാന്റെ പഠനം നമ്മൾ തുടങ്ങണം. ഉലമാക്കളോട് ചോദിച്ചിട്ട് നിങ്ങൾ തുടങ്ങിക്കോളി, ഇല്ലെങ്കിൽ വലിയ നഷ്ടമാണ്. കേരളത്തിന് എങ്ങനെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇഹ്സാന്റെ പഠനം നടക്കുന്നില്ല. ആഴമേറിയ ആഴങ്ങളിലേക്ക് നമ്മൾ പോകണം. അള്ളാഹുവിനെ മനസ്സിലാക്കണം. വിശ്വാസത്തിന്റെ യഥാർത്ഥ ഹഖീഖത്ത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് തജല്ലി നമ്മൾ മനസ്സിലാക്കണം. ഫതജല്ല എന്നെന്തുകൊണ്ട് പറഞ്ഞു? സുമ്മതല ഫതദല്ല എന്നെന്തുകൊണ്ട് പറഞ്ഞു? നമ്മൾ അറിയണം. നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് നഫ്സുൽ അമ്മാറ, എന്താണ് നഫ്സുൽ ലവ്വാമ, എന്താണ് നഫ്സുൽ മുൽഹിമ, എന്താണ് നഫ്സുൽ മുത്മഇന്ന നമ്മൾ അറിയണം. യാ അയ്യത്തുഹൻ നഫ്സ്, സ്വർഗ്ഗത്തിലേക്ക് പോകുന്നത് അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന മാത്രമായത് എന്തുകൊണ്ട് അമ്മാറ പോകുന്നില്ല, എന്തുകൊണ്ട് ലവ്വാമ പോകുന്നില്ല? ഇത് തമ്മിൽ എന്താ വ്യത്യാസം? എന്താണ് ഇസ്ലാമിലേക്കുള്ള ദഅവത്ത്, എന്താണ് ഈമാനിലേക്കുള്ള ദഅവത്ത്, എന്താണ് ഇഹ്സാനിലേക്കുള്ള ദഅവത്ത് നമ്മൾ അറിയണം. അതൊക്കെ സാധാരണക്കാർക്ക് പറ്റൂല എന്നൊക്കെ പറഞ്ഞാണ് നമ്മളൊക്കെ പറയാറുണ്ട്. പക്ഷെ സാധാരണക്കാരായ ആൾക്കാർക്ക് ഇതൊക്കെ പറ്റും. കാരണം നമുക്ക് ആ ഒരു ജീവിതവും നമ്മൾ സാധാരണക്കാരനായാലും ആലിമായാലും നമ്മൾ അറിയണ്ടേ. അത്ര കരുത്തുള്ള ഒരു ആത്മാവിനെ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത്. അറിയാൻ വേണ്ടി പുറപ്പെടുമ്പോ നല്ലൊരു ആലിമിനെ കണ്ടെത്തിയാൽ ഇതൊക്കെ നമ്മൾ അറിയും. ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഉയരണം ദീനിയായിട്ട്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് നമ്മുടെ സദസ്സല്ല. പക്ഷേ നമ്മുടെ കുട്ടികളെ ഭൗതികപരമായ വിദ്യാഭ്യാസത്തിലൂടെ നിങ്ങൾ ഉയർത്ത്. നമ്മുടെ നാട് എന്നും താഴെയുള്ളതായിട്ട് നിൽക്കാതെ നിങ്ങളെ കുട്ടികളെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കും. വിദേശ രാജ്യത്ത് വലിയ യൂണിവേഴ്സിറ്റിയിൽ, അല്ലാതെ സാധാരണ രീതിയിലല്ല. അവിടെ പോയിട്ട് അങ്ങനെ ലണ്ടനിലേക്ക് പോയിട്ട് ലണ്ടനില് പിന്നെ എന്താ പറയാ അവിടുത്തെ പ്രൊജക്റ്റ് ഒക്കെ പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചിട്ട് ചെയ്യുന്ന കുട്ടികളുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ മക്കളെ പെടരുത്. 100 പൗണ്ടും 200 പൗണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കുട്ടികൾ നമുക്ക് വേണ്ടി പ്രൊജക്ട് ചെയ്ത് തരും. നമ്മൾ തന്നെ നമ്മളെ പ്രൊജക്ട് ചെയ്യേണ്ടതില്ല, വേറെ കുട്ടികളല്ല. ലണ്ടനിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കയറും. ഞാൻ അതിനെതിരൊന്നുമല്ല. നമുക്കും കുറെ വിദ്യാർത്ഥികളുണ്ട് അവിടെ. ഉന്നതമായ കലാലയങ്ങളിൽ എത്തണം. അതേപോലെ തന്നെ കയറാൻ പറ്റുമെങ്കിൽ അത്ര വലിയ ഓക്സ്ഫോർഡിലും കാംബ്രിഡ്ജിലും ടെക്സസിലും കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലും ഏഴ യൂണിവേഴ്സിറ്റിയിലും ഒന്നും എത്തിയില്ലെങ്കിൽ പോലും US-ലും UK-യിലൊക്കെയുള്ള യൂണിവേഴ്സിറ്റീസാണ്. അതിലൊന്നും എത്തിയില്ലെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലെങ്കിലും എത്തണം. സ്കോളർഷിപ്പോട് കൂടി എത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ എത്തണം. അല്ലാതെ ഏജന്റുമാർക്ക് പൈസ കൊടുത്തിട്ട് യാതൊരു ടെസ്റ്റ് ഇല്ലാതെ അങ്ങനെ കയറിപ്പോക്കല്ല. അതുകൊണ്ട് നമ്മൾ കൃത്യമായി നമ്മുടെ കുട്ടികൾക്ക് ജിമാറ്റ് എഴുതിയിട്ടാണ് MBA-ക്ക് പോകേണ്ടത്. ഇവിടെ ജിമാറ്റിനെ കുറിച്ച് ചർച്ചയില്ല. ഗ്രാജുവേറ്റ് മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണത്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് അതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും?
അപ്പൊ ഇനി ഇവിടെ പ്രിയപ്പെട്ട ശിഹാബ് തങ്ങൾ റിലീഫ് കമ്മിറ്റിയോട് എനിക്ക് പറയാനുള്ളത്, ഇതില് ഡയറ്റ് ടെസ്റ്റ് ചെയ്ത് എത്ര കുട്ടികളുണ്ടെന്ന് കൈപൊക്കിയാട്ടെ. ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്ത കുട്ടികൾ എത്ര പേരുണ്ടെന്ന് കൈപൊക്കിയാട്ടെ. ആരും ചെയ്തിട്ടില്ല. അതെന്ത് ഈ സാധനം എന്താണെന്നറിയോ? പടച്ചോൻ ഓരോരുത്തരുടെ ഉള്ളിലും ഒരു 10-13 സ്കില്ലുകൾ ഇട്ടിട്ടുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അഭിരുചി, ടേസ്റ്റ്. നമുക്കൊരു അഭിരുചിയുണ്ട്. ഉദാഹരണത്തിന് ഈ ഇരിക്കുന്ന ദാരിമി ഉസ്താദ് അല്ലേ? ദാരിമി ഉസ്താദ് ഞാൻ ഇവരുടെ അവിടെ പോവാറുണ്ട് ഇടക്കിടക്ക്. അവിടുത്തെ കോളേജിൽ നമ്മുടെ നന്ദിദാറുസലാണ്. ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് പോയിരുന്നു ദേവ കോളേജിലെ കുട്ടികളോട് സംസാരിക്കാൻ വേണ്ടി. അവരുടെ പരിപാടി വെച്ചു. അപ്പൊ ദാരിമി ഉസ്താദ്മാർക്കറിയാം, ചില ആൾക്കാർക്ക് ഹിഫ്ദ് കയറുള്ളൂ, എല്ലാ ആൾക്കാർക്കും എന്ത് കയറൂല? ഹിഫ്ദ് കയറൂല. കാരണം അത്ര മെമ്മറി ഉള്ള ആൾക്കാർക്ക് 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലെങ്കിലും എടുത്തിട്ട് തനിക്കേറ്റാൻ പറ്റുള്ളൂ. എന്നാൽ ചിലപ്പോൾ ഹിഫ്ദ് ചെയ്യാൻ കഴിയാത്ത കുട്ടികൾക്ക് കിതാബിൽ ഭയങ്കരമായിട്ട് ഇറങ്ങാൻ പറ്റും, മുത്താല ചെയ്യാൻ പറ്റും, തഹ്ഖീഖ് ചെയ്യാൻ പറ്റും. അതിന് ഹാഫിദാകണം എന്നില്ല. അപ്പൊ ഹിഫ്ദ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങോട്ട് വിടുക അത് വിടുക എന്ന് പറഞ്ഞതുപോലെ ഒരു ഉദാഹരണം പറയാണ്. അതേപോലെ ചില കുട്ടികൾക്ക് എഞ്ചിനീയർ ആകാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും, ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും. അവരങ്ങട്ടാ വിടേണ്ടത്. എല്ലാവരും പഠിച്ചിട്ട് ഡോക്ടർ ആക്കരുത്. നയ്യും പോയിക്കോ ഡോക്ടർ. അങ്ങനെ കല്യാണ സദസ്സുകളിൽ വീമ്പത്തരം പറയാനുള്ള ഒന്നിന്റെ പേരല്ല MBBS. കുട്ടിക്ക് ആപ്റ്റിറ്റ്യൂഡ് വൈസ് അത് കറക്റ്റ് ആണോ എന്ന് നോക്കണം. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും വരുന്നത് വരെ. മനസ്സിലായോ? മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ഇന്റലിജൻസിന് അളക്കലാണ്. ഈ ടെസ്റ്റുകളാണ് ഇനി റിലീഫ് കമ്മിറ്റി നടത്തേണ്ടതെന്ന് ഞാൻ പറയുന്നത്. റിലീഫ് കമ്മിറ്റിക്ക് ഒരു ടാസ്ക് തരികയാണ്. കാരണം നമ്മുടെ കുട്ടികളെ ഇരുത്തിയിട്ട് നേരം പോയിട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ടെസ്റ്റുകൾ ചെയ്താൽ ഏത് മേഖലയിലേക്കാണ് നമ്മുടെ കുട്ടികളെ പറ്റുക എന്നുള്ളത് നമുക്ക് എന്താക്കാൻ പറ്റും? നമുക്ക് തീരുമാനിക്കാൻ പറ്റും. പേഴ്സണാലിറ്റി അനാലിസിസ് ടെസ്റ്റ് ഉണ്ട്. വ്യക്തിത്വത്തെ അളക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള മേഖലയിലേക്ക് തിരിയാൻ പറ്റുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യണം. അങ്ങനെ വ്യത്യസ്തമായ മേഖലയിലേക്ക് നമ്മുടെ കുട്ടികളെ തിരിച്ചുകൂടാൻ നമുക്ക് പറ്റണം. അതാണ് വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ എന്താക്കേണ്ടത്? കൊടുക്കേണ്ടത്. അപ്പൊ വിദ്യാഭ്യാസത്തിലൂടെ ഇങ്ങനെ മുന്നേറിപ്പോയാൽ അത് സയൻസിന്റെ കുറെ ഓപ്ഷൻ, ഡോക്ടറും എഞ്ചിനീയറും സയന്റിസ്റ്റും ഒക്കെ ആണെങ്കിൽ ഇപ്പുറത്ത് കൊമേഴ്സിന്റെ ഓപ്ഷൻ ആയിട്ടുള്ള CA, ACCA, CMA, MBA, ഏത് മേഖലയിലെ ലോയർ, ഇതിലേക്കൊക്കെ ആണെങ്കിൽ ഹ്യൂമാനിറ്റീസുകാർക്ക് സോഷ്യോളജി, സൈക്കോളജി, അതേപോലെ തന്നെ ഈ സോഷ്യൽ സയൻസ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസിന്റെ ഭാഗമായിട്ടുള്ള MSW ഇതുപോലുള്ള കോഴ്സുകളിലേക്കാണെങ്കിൽ അങ്ങനെ, ടീച്ചേഴ്സ് ആണെങ്കിൽ അങ്ങനെ, ഏത് മേഖലയിലേക്കാണ് നമ്മുടെ കുട്ടികൾക്ക് പോകാൻ പറ്റുക അതിന്റെ ടെസ്റ്റുകൾ എഴുതിയിട്ട് ചെയ്യണം. രണ്ടാമത്തെ ഭാഗം, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾ വേറുള്ളതിലേക്ക് പോകൂല. എനിക്ക് തന്ന ടോപ്പിക്കിന് പ്രധാനപ്പെട്ട ടോപ്പിക് അതും കൂടിയാണ്. വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിയുടെ കൂട്ടത്തിൽ ഇന്ന് നാടുകളിൽ നടക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ഗ്രാമങ്ങളിൽ ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? മയക്കുമരുന്നിന്റെ, അതേപോലെ തന്നെ കഞ്ചാവിന്റെ മറ്റു ലോകത്തിലേക്ക് നമ്മുടെ കുട്ടികൾ പോകുന്നുണ്ടോ എന്ന സംശയമാണ്. കുറച്ച് കുട്ടികൾ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി നമ്മൾ കാടടച്ച് ഓടി വെക്കണ്ട. ആദ്യം ചെയ്യേണ്ട പണി അതാണ്. കാരണം ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഐഡന്റിഫൈ ചെയ്ത് കണ്ടെത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കണ്ടേ. അവരാകെ 1-2 വട്ടേ ഉപയോഗിച്ചിട്ടുള്ളൂ എങ്കിൽ കൗൺസിലിങ്ങിലൂടെ മാറ്റാം. അതല്ല അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ, കൂടുതലായിട്ട് അത് ഉപയോഗിക്കാതെ അവർക്ക് വിറയലൊക്കെ വരുന്നുണ്ടെങ്കിൽ സത്യത്തിൽ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകണം. അവനെ പേഴ്സണലി കൊണ്ടുപോകണം. ഉമർ റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി. ഉമർ റളിയല്ലാഹു തആല 20 രാജ്യങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കാൻ, 20 ഭൗതിക രാജ്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ആത്മീയ ലോകമായി ഭരിച്ച ചക്രവർത്തി എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുക. ആ ഉമർ റളിയല്ലാഹു തആല ഭരണകാലഘട്ടത്തിൽ വിദേശത്ത് നിന്ന് എവിടുന്നോ വന്ന ഒരു ചെറുപ്പക്കാരൻ, ചില ആളുകളുടെ പ്രസംഗം കേട്ട വിചാരിച്ച സഹാബാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട റളിയല്ലാഹു അൻഹും വറദു അൻഹു എന്നാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്, അവരെ കുറിച്ച് ഞാനും സംതൃപ്തിപ്പെട്ടു, അവർ എന്നോട് സംതൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് അവരെ പറ്റി നമ്മൾ അപവാദം പറയരുത്. അന്നത്തെ കാലഘട്ടത്തിൽ ഇറാനിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു. 2.5 കൊല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരിച്ചു. അതിനുശേഷം 10.5 കൊല്ലമാണ് ഉമർ റളിയല്ലാഹു അൻഹു ഭരിക്കുന്നത്. അതെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. 10
കൊല്ലം ഭരിക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ് ഈ ചെറുപ്പക്കാരൻ വരുന്നത്. ഈ ചെറുപ്പക്കാരൻ ദീന് പഠിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു തആല പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നു പോവാൻ ഉമർ റളിയല്ലാഹു തആല ചരിത്രത്തിൽ നോക്കി ഒരു ദിവസം പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ പുതിയ വന്ന അതിഥിയില്ലേ എന്ന് വിചാരിച്ചിട്ട് ആ വീട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ്. ആളോടൊന്ന് സലാമാക്കിയിട്ടൊന്ന് പറയാന്ന് വിചാരിച്ചിട്ട് പോയപ്പോ അദ്ദേഹം ഇങ്ങനെ നിന്ന് മദ്യപിക്കുന്നു. ഇതേ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് വേഗം പൂത്തി. ഉമർ റളിയല്ലാഹു തആല ഭയങ്കരമായിട്ട് പ്രയാസപ്പെട്ടു. കാരണം ദീനിലേക്ക് വന്നിട്ടുള്ള ആള്. ഉമർ റളിയല്ലാഹു തആല നേരെ പള്ളിയിലേക്ക് പോയി, മസ്ജിദ് നബവിയിലേക്ക്. പക്ഷേ ഈ ചെറുപ്പക്കാരൻ ഒരു മാസത്തോളം പിന്നെ അങ്ങോട്ട് പോയില്ല, പള്ളിയിലേക്ക് പോയില്ല, വീട്ടിൽ നിസ്കരിക്കാൻ തുടങ്ങി. ഖലീഫ ഉമർ റളിയല്ലാഹു തആല കണ്ടല്ലോ, ഞാൻ എന്താ ചെയ്യായിരുന്നു. കാരണം അദ്ദേഹം അങ്ങനെയുള്ള ഒരാളായിരുന്നു. പിന്നെ ആകെ ജീവിതത്തിൽ ഒരിക്കലും ഇവിടെ വന്നിട്ട് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്കും ഉമർ റളിയല്ലാഹു തആലയുടെ കണ്ണിൽ കണ്ടും ചെയ്തു. ചുരുങ്ങി പറഞ്ഞാൽ ഒരു മാസത്തിന് ശേഷം അദ്ദേഹം പള്ളിയിൽ ചെല്ലാൻ. ഞാൻ ഈ കഥ പറയുന്നത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഉമർ റളിയല്ലാഹു തആലയെ തേടിയിട്ട് അദ്ദേഹം മീൻസ് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ചെല്ലാൻ. ഉമർ റളിയല്ലാഹു തആല മറന്നിട്ടുണ്ടാവും, ഇതിനെ പറ്റിയൊന്നും പറയില്ലായിരിക്കും, എനിക്ക് ചാട്ടക്കൊണ്ടടിയൊന്നും കിട്ടൂലായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് പള്ളിയിലേക്ക് പോവാൻ. പള്ളിയിലെത്തി നിസ്കാരം കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു തആല ഇമാമാണ്, അമീറാണ്, ഖലീഫയാണ്. 3 സ്ഥാനങ്ങളാണ്. പള്ളിയിലെ ഇമാമത്തും, പള്ളിയിലെ അതേപോലെ തന്നെ മുഅ്മിനീങ്ങളുടെ ഇമാറത്തും, ടോട്ടൽ ഭരണത്തിന്റെ ഖിലാഫത്തും. ഞാൻ പറഞ്ഞു മനസ്സിലായെന്ന്. കാലങ്ങൾക്ക് ശേഷം അതൊക്കെ 3 ആയത്. അത് വേറെ ടോപ്പിക് ആയിലേക്ക് പോകുന്നില്ല. ഇമാമത്തിന് വേറെ ആളായി, ഇമാറത്തിന് വേറെ ആളായി, ഖിലാഫത്തിന് വേറെ ആൾക്കാരായി. അതോടുകൂടി എന്തായി, എല്ലാം അങ്ങോട്ട് കൊണ്ട് ചിന്ന ഭിന്നമായി. അത് നമുക്ക് പിന്നെ പറയേണ്ടതാണ്, നിങ്ങളോട് പറയേണ്ടതല്ല. അപ്പൊ ഇത് 3 ആരാണ്? ഉമർ റളിയല്ലാഹു തആല. അതുകൊണ്ട് ഇമാമത്ത് കഴിഞ്ഞ് നിസ്കാരങ്ങൾ കഴിഞ്ഞിട്ട് ഔറാദുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ പോകുമ്പോ ഈ ചെറുപ്പക്കാരനെ ബാക്കിൽ കണ്ടു. അദ്ദേഹത്തിന് അരികിലേക്ക് വിളിച്ചു. താരീഖ് എടുത്ത് നോക്കി, അദ്ദേഹത്തിന് അരികിലേക്ക് വിളിച്ചു. ഇങ്ങനെ മാടി വിളിച്ചു, വാ എന്ന് പറഞ്ഞു. അടുത്തേക്ക് വരുമ്പോ ഈ ചെറുപ്പക്കാരൻ പറയാണ്, അദ്ദേഹത്തിന്റെ വലിയ മനുഷ്യനായി മാറി. അദ്ദേഹം പറയാണ്, ഞാനിങ്ങനെ അടുത്തേക്ക് പോകുമ്പോ എന്റെ മനസ്സിന്റെ ചിന്ത മുഴുവനും ഇപ്പൊ എനിക്ക് ചാട്ടക്കൊണ്ടടിയുണ്ടാകും, ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് ശിക്ഷിക്കും, എന്നെ മാനം കെടുത്തും, ഇതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ പോവാൻ. വല്ലാത്തൊരവസ്ഥയിൽ പോകുമ്പോ അടുത്തെത്തിയപ്പോൾ എന്നെ ആലിംഗനം ചെയ്തു, നെഞ്ചോട് ചേർത്ത് നിർത്തിക്കൊണ്ട് എന്റെ ചെവിയിൽ പറഞ്ഞു, ഞാൻ നീ മദ്യപിച്ചത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന്. ഉടനെ ചെറുപ്പക്കാർ അങ്ങോട്ട് കരഞ്ഞോണ്ട് പറയാണ്, കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ, നിങ്ങൾ അത്ര വലിയ മാന്യനാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് പിന്നെ ഞാൻ മദ്യപിച്ചിട്ടേ ഇല്ല. ഇനി പള്ളിയിൽ വെച്ച് ഞാൻ നിങ്ങളോട് അള്ളാഹുവിനെ സാക്ഷി വെച്ചിട്ട് പറയുന്നു, അഥവാ ഇനി ഞാൻ ജീവിതത്തിൽ മദ്യപിക്കുകയേ ഇല്ല. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം പിന്നെ ഉയർന്ന തലത്തിലേക്ക് പോവുകയും ചെയ്തു. നമ്മൾ ഒരു മദ്യപാനിയോട്, ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനോട് നമ്മൾ ചെയ്യേണ്ടുന്ന രീതിശാസ്ത്രം അതാണ്. അല്ലാതെ അവനെ ഒറ്റപ്പെടുത്തി അവനെ കുറ്റക്കാരനാക്കി മാറ്റും തോറും അവൻ സ്വന്തമാകുമെന്ന് മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ പല ആൾക്കാരെയും ഒഴിവാപ്പിക്കാൻ സാധ്യതയുണ്ട്. അവനെ ട്രീറ്റ് ചെയ്യേണ്ടത് വേറെ രീതിയിലാണ്. ഞാൻ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് നിങ്ങളോട് പറയാം, അതുമായി ബന്ധപ്പെട്ട ഒരാളായതുകൊണ്ട് പറയാം. എന്ന് വെച്ചാൽ ഇത്തരം കുട്ടികൾ നമ്മൾ സ്നേഹത്തോടു കൂടി പറയുമ്പോൾ, സാലിഹ് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. സാലിഹ്, അവന്റെ അവസ്ഥ എന്തെയ്യുമെന്നറിയോ? മയക്കുമരുന്നും കൊണ്ട് അവനെ പിടിച്ചു. മയക്കുമരുന്നും കൊണ്ട് പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷന്റെ തറയിൽ അവനെ വെച്ചു. കാരണം പോലീസ് ഒന്ന് കസ്റ്റഡിയിൽ എടുത്തതാണ്. അന്ന് രാത്രി ഇവർക്ക് മയക്കുമരുന്ന് കിട്ടായിട്ട് കയ്യിലുള്ള എന്തൊക്കെ സാധനം കൊണ്ടൊക്കെ ഈ പോലീസ് സ്റ്റേഷന്റെ എന്ത് പൊട്ടിച്ചു എന്നറിയോ? എന്ത് പൊട്ടിച്ചു? അവിടുത്തെ ടൈൽസ് പൊട്ടിച്ചു. ടൈൽസ് പൊട്ടിച്ചിട്ട് ആ ടൈൽസിന്റെ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് കൈ അറുത്തു. എന്നിട്ട് ആ കയ്യിൽ നിന്ന് രക്തം കുടിച്ചത് കണ്ടുകൊണ്ടാണ് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ വരുന്നത്. തന്റെ സ്വന്തം രക്തം ഇങ്ങനെ കുടിക്കാൻ. മയക്കുമരുന്ന് ഉപയോഗിച്ച് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. രക്തം കുടിക്കുന്നത് കണ്ട് അവനെ കൊണ്ടുപോയി നേരെ ഡി അഡിക്ഷൻ സെന്ററിലാക്കി. അവനെ പിന്നെ ചുരുക്കി പറഞ്ഞാൽ അവനെ കോടതിയിൽ ഹാജരാക്കിയപ്പോ ജഡ്ജിന്റെ ഒറ്റ ചോദ്യമാണ് അവനെ മാറ്റിയത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ടേണിംഗ് പോയിന്റ്. ജാമ്യം കിട്ടാത്ത അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുമ്പോ ജഡ്ജി കാരുണ്യത്തോടു കൂടി ചോദിച്ചൊരു ചോദ്യമുണ്ട്, മോനെ, ഞാൻ നിനക്ക് ജാമ്യം തരാം, നിയമത്തിന്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ഞാൻ ജാമ്യം തരാം, പക്ഷെ ഇനിയുള്ള ജീവിതം നീ നല്ല പോലെ ആക്കുമോ എന്ന ചോദ്യത്തിൽ അവൻ പതറി നിൽക്കാൻ, ജാമ്യം വേണോ വേണ്ടേ എന്ന്. ഇനിയുള്ള ജീവിതം നീ പെർഫെക്റ്റ് ആക്കുമെങ്കിൽ ഞാൻ നിനക്ക് ജാമ്യം തരാമെന്നാണ്. അവൻ പെർഫെക്റ്റ് ആക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് വിട്ടത്. പിന്നെ ഡി അഡിക്ഷൻ സെന്ററിൽ പോയി. ഇപ്പൊ ഈ സ്വാലിഹ് ആരാന്നറിയോ നിങ്ങൾക്ക്? ഈ സ്വാലിഹ് എന്ന് പറഞ്ഞ കുട്ടിയാണ് ഇപ്പൊ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾക്ക് എതിരെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാണ്ടോ? ഇപ്പൊ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളൊക്കെ ഉപദേശിച്ച് നേരാക്കല മുമ്പുള്ള പരിപാടി. അപ്പൊ എന്നെ പോലുള്ള ആളുകളെ പ്രസംഗം കേൾക്കുന്നതിനേക്കാൾ നിങ്ങളിത് ഉപയോഗിച്ചിട്ട് തിരിച്ചവരെ കേൾക്കാൻ കൂടുതൽ നല്ലത്.
കാരണം നമ്മുടെ ജീവിതത്തിൽ എന്താണ് വീടിന് വലിക്കാത്ത ആൾക്കാരോട് വന്നുകൊണ്ട് എന്താണ് MDMA, എന്താണ് LSD എന്നൊന്നും പറഞ്ഞാൽ തിരിയില്ല. തന്നെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് തോന്നൽ എന്താണെന്നറിയോ, മൂപ്പർക്കൊന്നും ഉപയോഗിച്ചില്ല, മൂപ്പർക്കൊന്നും അറിയില്ല, ആ ഹരം കിട്ടാത്തത് കൊണ്ടാണെന്നാണ് ചിലപ്പം ഉപയോഗിക്കുന്നവർക്ക് തോന്നുക. ഉസ്താദുമാര് വൈകുന്നേരമായി അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ നമ്മളൊക്കെ ഏതെങ്കിലും ഒരു മെമ്പറിൽ നിന്നുകൊണ്ട് സക്കാത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ വല്ലാണ്ട് പറഞ്ഞാല് അപ്പോൾ ഒരു പറയും നിങ്ങൾക്ക് അങ്ങനെ പറയാം, ഞങ്ങളെല്ലാം കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. മനസ്സിലായോ? മുതലാളിമാരുടെ ചിന്ത എങ്ങനെയാണ്? സക്കാത്ത് കൊടുക്കാതെ സദക്ക കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഞാൻ നിന്റെ വാക്കായിട്ട് പറയില്ല കേട്ടോ. വേൾഡ് ഉലമാക്കളുടെ ഗ്രന്ഥങ്ങൾ നിങ്ങൾ പഠിക്കും. ഫർദ് നിസ്കാരം നിസ്കരിക്കാതെ സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചിട്ട് എങ്ങനെ സ്വീകരിക്കുക? സക്കാത്തിന് അർഹനായ ആള് കേട്ടോ, അർഹമായ ഒരാള് സക്കാത്ത് കൊടുക്കാതെ കുറെ സദക്ക കൊടുത്ത് ഒരു കാര്യമില്ല. സക്കാത്ത് നിർബന്ധമായിട്ട് കൊടുക്കേണ്ടത്. യുഖീമുന സ്വലാത്ത് വയൂത്തൂന സക്കാത്ത്, നിസ്കാരം പറഞ്ഞിടത്തൊക്കെ പറഞ്ഞ സാധന സക്കാത്ത്. വലിയ പൈസ ഉണ്ടായി സക്കാത്ത് കണക്കൂട്ടി കൊടുക്കാതെ എന്നിട്ട് നമ്മൾ ഇങ്ങനെ പള്ളികൾക്ക് മദ്രസക്ക് തന്നെ കൊടുക്കുക. സക്കാത്താ കൊടുക്കേണ്ടത്. സക്കാത്ത്, സദക്ക, ഹദിയ, ദൈന്, 4 കൊടുതിയുള്ളത്. ഈ 4ന്റെ ബാബുകളൊന്ന് വായിച്ചു നോക്കിൻ, അല്ലെങ്കിൽ ഉസ്താദന്മാരോട് ചോദിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സക്കാത്ത, അത് കഴിഞ്ഞാൽ സദക്കയാ, അത് കഴിഞ്ഞാൽ പിന്നെ ദൈനാണ്, കടം കൊടുക്കല്. ഒരു മനുഷ്യന് അത്യാവശ്യ സമ്പത്തൊക്കെ ഉണ്ട്, പക്ഷെ അപ്പൊന്ന് കുടുങ്ങിപ്പോയി. ആ കുടുക്കുന്നതിന് രക്ഷപ്പെടുത്താൻ വേണ്ടി കടം കൊടുത്ത് അദ്ദേഹത്തിന് ദിവസം നീട്ടിക്കൊടുത്ത ഓരോ ദിവസവും ആ സംഖ്യ ദാനം കൊടുത്ത പോലുള്ള പ്രതിഫലമാണ്. കാരണം സാധാരണക്കാരമായില്ല, ഇയാളടുത്ത് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ലാതായതുകൊണ്ട് കടം കൊടുത്തതാണ്. ഹദിയ എന്ന് പറഞ്ഞാൽ രാജാവിന് പോലും, രാജാവ് ഒട്ടക്കപ്പുറത്ത് വന്നിട്ടല്ലേ കുതിരപ്പുറത്ത് വന്നാലും കൊടുക്കേണ്ട സാധാരണ ഹദിയ, ഇഷ്ടപ്പെടുത്താൻ വേണ്ടി സമ്മാനം കൊടുക്കല്. അതുകൊണ്ട് സക്കാത്ത്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ എന്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ സക്കാത്തിലേക്ക് പോയത്? അതെന്താ ഓർമ്മപ്പെടുത്താത്ത? കേട്ടുകൊണ്ടിരിക്കുകയാണിത്. അതിനുമ്പ് എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് മയക്കുമരുന്ന് അടിച്ചിട്ട് അതിൽ നിന്ന് മാറിയ കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികളുടെ സ്പീച്ചാണ് നമ്മുടെ കുട്ടികൾ കേൾക്കേണ്ടത്. അതിൽ ഒരു കുട്ടി പറയുന്നുണ്ട്, കുട്ടിയെന്നൊക്കെ പറഞ്ഞ് വലിയതായി. ഞാൻ ഒരു ദിവസം വീട്ടിലേക്ക് വന്നു. ആ വീട്ടിലേക്ക് വന്ന ദിവസത്തില് ഞാനിത് അടിച്ചുകൊണ്ട് വന്ന സമയത്ത് എന്റെ അമ്മ ആരാണ്, പെങ്ങളാരാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഞാനൊരു അബദ്ധം ചെയ്തു. എന്നിട്ട് ആ കുട്ടി ഇങ്ങനെ കരയാൻ, എന്ന് വെച്ചാൽ പെങ്ങളായി കണ്ടില്ല എന്നർത്ഥം. ഇതാണ് മയക്കുമരുന്നിന്റെ അപരാധം. മയക്കുമരുന്ന് ചില്ലർ കേസൊന്നുമല്ല. MDMA എന്നുള്ള സാധനം എന്താണെന്നറിയോ? അതൊരു തരം ചില്ലാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൽക്കണ്ടം പോലുള്ള സാധനമാണ്. എന്നോട് കുട്ടികൾ പറഞ്ഞതാണ്, കൗൺസിലിംഗ് നടത്തുമ്പോൾ നമ്മളിത് അറിയാം. ഈ സാധനം നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും അത് പൊടിച്ചിട്ട് പഞ്ചസാരയുടെ സാധാരണ ഗ്ലൂക്കോസ് പൊടിയെ പോലെ ആക്കി 2 ലൈൻ, അതിന് കുട്ടികൾ പറഞ്ഞ പേരെന്നെ ലൈൻ എന്നാണ്, ഇത് ഉപയോഗിക്കുന്നതിന് പറഞ്ഞ പേര് ലൈൻ എന്നാണ്. ആ 2 ലൈനിട്ട് എന്നിട്ട് മൂക്കിലൂടെ എന്താക്കുകയാണ്, വടിച്ച് കയറ്റുകയാണ്. എന്നിട്ട് തന്റെ ലോകം ഏതാണെന്നറിയാതെ, തന്റെ ഉമ്മ ഏതാണെന്നറിയാതെ, ഭാര്യ ഏതാണെന്നറിയാതെ, ചിലപ്പോ ബാപ്പമാരെന്തെങ്കിലും പറഞ്ഞാൽ കടാര കൊണ്ട് കുത്താൻ പോയിട്ട്. നാളെ കുട്ടിയുടെ വീഡിയോ ഉണ്ടായിരുന്നു. ആകെ 14 വയസ്സുള്ള കുട്ടി 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇത് കിട്ടാൻ കഴിയാതെ എളീമ മൊബൈൽ എടുക്കുന്നു. എന്നിട്ട് ഇതൊക്കെ ഞാൻ പോലീസിനെ അറിയിക്കുന്നു പറഞ്ഞ് അറിയിച്ചടി എന്നും എളീമനോട് പറഞ്ഞ് ഉമ്മനെ അടിക്കാൻ പോണ്. ചുമരും അടിക്കണ്, ചുമരുമ തലയടിക്കണ്. കാരണം ഇവനെ സമയത്ത് കിട്ടാത്തത് കൊണ്ട്. ഏത് ലോകത്തേക്കാണ് നമ്മൾ ഈ പോകുന്നത്? ഏത് ലോകത്തേക്കായി പോണത്? ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നറിയോ? കുട്ടികളാരും കരുതിക്കുട്ടി ഉപയോഗിക്കല്ല. ഞാനിതുമായി ബന്ധപ്പെട്ട കുറെ കുട്ടികളെ കണ്ട ഒരാളാണ്. പീർ ഗ്രൂപ്പിന്റെ പ്രഷറിൽപ്പെട്ടിട്ടാണ് ഇത് ചെയ്യുന്ന. പീർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് ഒരാൾക്ക് 4-5 കൂട്ടുകാരുണ്ടാവും. ആ കൂട്ടുകാര് നല്ല പോലെ അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഏറ്റവും വലിയ ദുരന്തം അതാണ്. ഏറ്റവും നല്ല ചങ്ക് ബ്രോ ഉണ്ടെങ്കിൽ നമ്മുടെ രക്ഷയും അവരെന്നാണ്. എന്നാൽ അവരെല്ലാ കാര്യം നമുക്ക് കൂടെ ഉണ്ടാകും. എന്നാൽ അവരെന്നാലും തെറ്റിപ്പോയാൽ ഏറ്റവും വലിയ വൃത്തികെട്ടവരും അവർ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് നല്ല ഫ്രണ്ട്സ് വേണം. ഫ്രണ്ട്സ് സാധാരണക്കാരൊക്കെ വേണം. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നമ്മൾ 17 വയസ്സിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചപ്പോ എന്റെ കൂടെയുള്ള മാനു എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഹംസ എന്ന് പറയുന്ന സഹോദരന്റെ ലിവറിലേക്ക് 5 വാരിയലിന് പൊട്ടിയിട്ട്, ഇവിടെ ഇടിച്ചിട്ട് 5 വാരിയലിന് പൊട്ടിയിട്ട് ലിവറിലേക്ക് കുത്തിയിട്ട് നമ്മൾ ഈ പോത്തിനെ കറുത്തിട്ട പോലെ ബ്ലഡ് ഇങ്ങനെ തൂറ്റാണ്. അത് സാധാരണ ഞരമ്പിലൂടെ കയറ്റാൻ പറ്റൂല. വേറെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് കയറ്റണം. അതിനുവേണ്ടി നേരം പുലരുമ്പോഴേക്ക് 18 ബോട്ടിൽ ബ്ലഡ് വേണ്ടി വന്നു. ഞാൻ PV's ഹോസ്പിറ്റൽ എന്ന് എറണാകുളത്താണ്. എന്നാൽ രാത്രി 3 മണി, മഴ പെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് 17 വയസ്സേ ഉള്ളൂ. ഇയാൾ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കാൻ. ഡോക്ടർ എന്നോട് പറഞ്ഞു, മോനെ ആംബുലൻസ് വിളിച്ചിട്ട് പോയാലേ കിട്ടുള്ളൂ എന്ന്. ഡോക്ടർ വിളിച്ചു പറഞ്ഞു വേഗം കൊടുത്തേക്കണമെന്ന്. 10-18 ബോട്ടിലായപ്പോ ഇവര് പറഞ്ഞു ഇനി തരാൻ കഴിയില്ല. ആ സമയത്ത് നമ്മൾ അന്ന് കരുത്തോടു കൂടി പറഞ്ഞത്, ഞങ്ങൾ മലപ്പുറം ജില്ലക്കാരാണ്, ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കും. 18 ബോട്ടിൽ നിങ്ങൾ തന്നാൽ നാളെ നേരം
വിളിക്കുമ്പോ ആ 18 വോട്ടിന് നിങ്ങൾക്ക് തന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പ്രസംഗം നടത്തിയിട്ടാണ് ദ്വേഷത്തോടു കൂടി പറഞ്ഞിട്ടാണ് പിന്നെ അവരെ ബ്ലഡ് തന്നത്. രാവിലെ ജസ്റ്റ് ഞാൻ ആക്ഷിക്കുളം ബാബഹാജി എന്ന് പറയുന്ന എന്റെ നാട്ടിലൊരു പ്രധാനപ്പെട്ട ഒരാൾക്ക് സമുദ്ര എന്ന് പറയുന്ന രണ്ടാമത്തെ ആൾക്കും അന്ന് കോയിനിട്ടാ വിളിക്കുക. അന്ന് മൊബൈലൊന്നും ഇല്ലാത്ത കാലാണ്. കോയിനിട്ട് വിളിച്ചിട്ട് കുറച്ച് കുട്ടികളെ കണ്ട് അയക്കണം, ഇവർക്ക് ഒരുപാട് ബ്ലഡ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, അതും കൊടുക്കണം, ഇനിയും ബ്ലഡ് വേണം. അങ്ങനെ ഏകദേശം ഒരു 10-11 മണിയായപ്പോ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിന്റെ മുമ്പിൽ മുഴുവൻ നിറഞ്ഞു കൂടിയതാരെന്നറിയോ? ഞാൻ ഒരു അധ്യാപകരല്ല, പ്രിയപ്പെട്ട ഡോക്ടർമാരല്ല, വലിയ വലിയ ആൾക്കാരൊന്നല്ല. ഏകദേശം 35-40 ആളുകൾ ബ്ലഡ് എടുക്കാൻ വേണ്ടി എത്തിയതൊക്കെയും തെരുവിൽ നമ്മൾ ഇരുത്തിയ മക്കളാണ്, ഊർവാരത്തിലിരിക്കുന്ന മക്കളാണ്, ചിലപ്പോൾ വിദ്യാഭ്യാസം പോലും അധികമില്ലാത്ത കുട്ടികളാണ്, ഞങ്ങളുടെ എടുത്തോളിൽ എന്ന് പറയുന്ന മക്കളാണ്. അങ്ങനത്തെ കുട്ടികളെ നിങ്ങൾക്ക് പക്ഷെ അങ്ങനത്തെ കാര്യം ചെയ്യുന്ന കൂട്ടത്തിൽ നേരെ ഊട്ടിയിലേക്ക് യാത്ര പോകുമ്പോ അന്നൊരു പെരുന്നാളാകാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടിയാകാം. ആ സമയത്ത് ചുരം കയറുന്ന സമയത്ത് ആ തണുപ്പത്ത് നിങ്ങളോട് ചിലപ്പോൾ കൂട്ടുകാരൻ പറയും, നീ ഇതൊന്ന് വലിച്ചു നോക്കടാ എന്ന്. ബീഡി പോലുമാണെങ്കിൽ വലിക്കരുത്, കാരണം പണ്ടത്തെ ബീഡിയിൽ നിൽക്കുമായിരുന്നു. പക്ഷേ ഇന്ന് പുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് പിന്നെ മരിച്ചുവാന എന്ന കഞ്ചാവിനെ വലിച്ചു കയറ്റിയിട്ട് അല്ലെങ്കിൽ ഇതേപോലെയുള്ള മയക്കുമരുന്ന് കയറ്റിയിട്ടാണ് വലിക്കുന്നത് കുട്ടികളും. ആ ഒരു ഹാങ് ഓവറിൽ അവർ പിന്നീട് തിരിച്ചു വരുമ്പോ അത് അവനായിരിക്കും പിന്നെ അതിന്റെ മാസ്റ്റർ, അവനത് ഉപയോഗിച്ചിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഇങ്ങനെ പിയർ ഗ്രൂപ്പിന്റെ ഇതിൽപ്പെട്ട്, പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ക്ലോസ് ഫ്രണ്ട്സിന്റെ ട്രാക്കിൽപ്പെട്ടിട്ടാണ് ഒട്ടുമിക്ക കുട്ടികളും ഇതായിത്തീരുന്നത് എന്നതാണ്. ഈ അടുത്തുള്ള ഒരു കുട്ടിയെ കൗൺസിലിംഗ് നടത്തുമ്പോ, ഞാൻ കൗൺസിലിംഗിനെ പിരിക്കാറില്ല, എനിക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യാൻ 4-5 ആൾക്കാരുണ്ട്, പക്ഷെ ചിലത് നമ്മൾ ഇരുന്ന് കൊടുക്കാറുണ്ട്. ചില ആൾക്കാർ വേണ്ടപ്പെട്ടവർ വിളിച്ചു പറയുമ്പോ ആ കുട്ടിയെ കേസ് സ്റ്റഡി ഞാൻ നടത്തിയ സമയത്ത് ആ കുട്ടി എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? എന്റെ നശിച്ച ബർത്ത്ഡേ എന്നാണ്. എന്റെ നശിച്ച ബർത്ത്ഡേ എന്ന് പറയുമ്പോ ഞാൻ എന്താ മോനെ എന്തായെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, സാർ എന്റെ ബർത്ത്ഡേയുടെ ദിവസം എന്റെ ഉമ്മയാണ് 5-8 കുട്ടികൾ എന്റെ ഫ്രണ്ട്സ് വന്നപ്പോ അവർക്ക് ബിരിയാണി വിളമ്പി കൊടുത്തത് എന്റെ ഉമ്മയാണ്, അത് ഉണ്ടാക്കി കൊടുത്തത് എന്റെ ഉമ്മയാണ്. എന്റെ ഉമ്മ ഒരു ദീനിയായ ഒരു മനുഷ്യ സ്ത്രീയാണ്, അതുകൊണ്ട് തന്നെ ദീനിയായിട്ട് എന്നെ വളർത്തിയത്. പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങി, ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയി. അവിടെ എത്തിയപ്പോഴേക്കും ഇവര് കുപ്പി കൊണ്ടുവന്നു. ഞാൻ അറിയില്ലായിരുന്നു സാർ. എന്റെ കൈ പിടിച്ചു വെച്ച്, എന്റെ കാല് പിടിച്ചു വെച്ച് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്റെ വായിലേക്ക് നന്നായിട്ട് വീര്യമുള്ള മദ്യം ഒഴിച്ചു തന്നു. ഞാനത് കുടിക്കേണ്ടി വന്നു സാർ. അന്ന് മുതലാണ് ഞാൻ ഇതിന്റെ അടിമയായത് എന്ന് പറയാൻ. എന്നിട്ട് ആ കുട്ടി പറഞ്ഞത്, എന്റെ നശിച്ച ബർത്ത്ഡേ, എന്റെ നശിച്ച ബർത്ത്ഡേ എന്നാണ്. അതുകൊണ്ട് ബർത്ത്ഡേ ആഘോഷിക്കണ്ടയോ അത് നിങ്ങൾ തീരുമാനിച്ചോ. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിന് നിൽക്കാറില്ല. പക്ഷേ ആഘോഷിക്കുന്നുവെങ്കിൽ ഇത്തരം തരത്തിലേക്ക് നമ്മൾ പോകരുത് എന്നതാണ്. കല്യാണ വീടുകളിൽ തലേന്നുള്ള കല്യാണം സത്യത്തിൽ നല്ലതൊക്കെ ആയിരിക്കാം, പക്ഷെ അത് നിർത്തുന്നതാണ് നല്ലതെന്നാണ് എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം തലേന്നുള്ള ചോറ് കൊടുക്കാൻ ഞമ്മക്ക് തന്നെ വലിയ താല്പര്യമൊന്നുമില്ല. അതിന്റെ വലിയൊരു തെളിവാണ് അന്ന് സോപ്പ് പോലും ഉണ്ടാവില്ല കയ്യേക്കാൻ അവിടെ നിന്ന്. ഇവിടെ എങ്ങനെ അത് ശരിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തലേന്നത്തെ കല്യാണം പണ്ടൊക്കെ രാത്രി കല്യാണം ഉണ്ടായിരുന്നു. അന്ന് തന്നെയാണ് കൂട്ടിക്കൊണ്ടാവലും പുതിയുണ്ടാവലും പുതിയാപ്പുടാവലും ഒക്കെ രാത്രി തന്നെയായിരുന്നു. പക്ഷേ ഇത് തലേന്ന് രാത്രി ഞാൻ എതിര് പറയല്ല കേട്ടോ. കുട്ടികൾക്കൊരു ലൈസൻസ് ആണ്. ഇന്നലത്തെ കല്യാണം ഉണ്ടെന്നാണ് രാത്രി പിന്നെ 1 മണിക്ക് 2 മണിക്ക് വന്നാൽ മതി. 2 മണിക്ക് വരുന്ന കുട്ടികൾ ഏത് അവസ്ഥയിലാണ് വരുന്നത്? ഞാൻ ഈ രാത്രി കല്യാണത്തിന് പോണവരൊക്കെ ഇതിന്റെ ആൾക്കാരാണെന്നല്ല പറഞ്ഞു കേട്ടോ. ഞാൻ കുട്ടികളോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് അന്നത്തെ ദിവസത്തെ തുടങ്ങിയ ആൾക്കാർ ആ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും തന്നെ ഞാൻ പറഞ്ഞു. 90% കുട്ടികൾ ഇത് ഉപയോഗിക്കാത്തവർ തന്നെയാണ്. കുറച്ച് കുട്ടികൾ ഉപയോഗിക്കുന്നുള്ളൂ, അല്ലാതെ എല്ലാവരും കൂടി കാടടച്ച് പറയല്ല. പക്ഷെ എന്നാലും പറയാം, ചില സ്പെഷ്യൽ ഡേ ആ ദിവസങ്ങളിലാണ് ഇതൊക്കെ തുടങ്ങി വെക്കുന്നത്. അത് ബർത്ത്ഡേ ആകാം. ബർത്ത്ഡേക്ക് ഇപ്പൊ കുട്ടികൾ 1 മണിക്കോ 2 മണിക്കോ വന്നാൽ നമ്മൾ വല്ലാണ്ടൊന്നും പറയില്ല, ഓന്റെ ബർത്ത്ഡേ അല്ലേ എന്ന് വിചാരിക്കും. അവൻ പിന്നെ എണീക്കുന്നത് എപ്പോഴാ? സുബൈക്ക് നിസ്കരിക്കാനൊന്നും എണീക്കൂല, പിന്നെ എണീക്കുന്നത് 11 മണിക്കാണ്. അതിന്റെ ഇടയിൽ ഹാങ് ഓവറൊക്കെ കഴിഞ്ഞു പോകണമെന്ന് സ്വന്തം അറിയില്ല. ഞാനിപ്പോ അടുത്തൊരു കുട്ടീനോട് ചോദിച്ചപ്പോ ഇതെങ്ങനെയാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്? ഈ കൊറോണ വന്നതിന് ശേഷമാണ് ഇത് മുഴുവൻ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ആ കുട്ടി പറയാണ്, ബർഗർ കൊണ്ടുവരുമല്ലോ, ഇന്ന സ്ഥലത്തു നിന്നും പറഞ്ഞില്ലേ, ബർഗർ കൊണ്ടുവരുന്ന ആളെ ഏൽപ്പിക്കലാണ് എന്ത്, ആമസോണും ഫ്ലിപ്കാർട്ടും അല്ലേ പറഞ്ഞത്. ചില സ്ഥലത്ത് നിന്നൊക്കെ ഇത് ചില ലോക്കൽ ആൾക്കാർക്ക് ഇത് കൊണ്ടു കൊടുക്കാൻ അവര് ബർഗർ ആയിരിക്കും വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഉമ്മാന്റെ ചാരം ബർഗർ ആണെന്നാണ്. ആ ബർഗറിന്റെ കൂട്ടത്തിൽ ഇതും കൊടുക്കേണ്ടത് എന്നുള്ളതാണ്.
അതിന്റെ അർത്ഥം ബർഗർ കൊണ്ടുവരുന്നവരൊക്കെ അതാണെന്നല്ല കേട്ടോ. ഒരു കുട്ടി എന്നോട് പറഞ്ഞത്, എന്തെങ്കിലും ഒരു ഫുഡ് ഓർഡർ ചെയ്താൽ ആ ഫുഡ് കൊണ്ടുവരുന്ന ഫുഡ് ആ ഹോട്ടലിൽ നിന്നല്ലേ കൊണ്ടുവരുന്നത്, വേറെ കുറെ ഏജൻസികളുണ്ടല്ലോ, അതിൽപ്പെട്ട ആൾക്കാർ വരെ എത്തിക്കുന്ന ആൾക്കാരുണ്ടെന്ന്. സമ്പത്തിന് വേണ്ടി മനുഷ്യന്റെ ജീവിതത്തെ പന്താടുകയാണ്. ഇങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഇത് വിറ്റാൽ 14,000, 15,000, 50,000 കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് അതിനു വേണ്ടി ഇതൊരു വലിയ മാഫിയയാണ്. ഒരു കുട്ടി എന്നോട് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് ഇനി അതിൽ നിന്ന് പിന്മാറാൻ പറ്റൂലെന്ന്. കാരണം ഞാൻ പിന്മാറിയാൽ ചില രഹസ്യങ്ങൾ പുറത്തു വരും. അങ്ങനെ പുറത്തു വന്ന് കഴിഞ്ഞാൽ അത് ആ കമ്പനിക്ക്, ആ മാഫിയക്ക് പ്രശ്നമായതുകൊണ്ട് എന്റെ ജീവൻ പോലും ചിലപ്പോൾ ബാക്കി ഉണ്ടാകില്ല എന്ന്. ഏതെങ്കിലും കമ്പനിക്കാരത് വിൽക്കുക, പൈസ ഉണ്ടാക്കി എന്തെങ്കിലും ആയിക്കോ, പക്ഷെ നമ്മുടെ ഗ്രാമത്തിലേക്ക് വരരുത്. ഒരു ഉമ്മയുടെ നേരെയും കഠാരി കൊണ്ട് ഒരു മനുഷ്യനും ഒരു പാവപ്പെട്ട കുട്ടിയും കൈ ഉയർത്തരുത്. മലപ്പുറം ജില്ലയിൽ തന്നെയാണല്ലോ നടന്നത്. ഇടവഴിയിലൂടെ നടന്നു പോയ സ്വന്തം മാതാവ് ഇടവഴിയിൽ മുന്നിലൂടെ പോവാൻ, പിന്നിന് മോനിങ്ങനെ കഴിഞ്ഞു പോവാൻ, ആ പോകുന്ന സമയത്ത് കഠാര കൊണ്ട് കുത്തി കൊന്നത് ആരാന്നറിയോ? മലപ്പുറം ജില്ലയിലെ ഒരു സഹോദരനാണ്. മയക്കുമരുന്ന് അമിതമാകുമ്പോ സ്വന്തം ഉമ്മയെന്നോ പെങ്ങളെന്നോ ഇല്ലാതെ വേറൊരവസ്ഥയിലാണ്. ഒരു സ്ത്രീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, സാർ നിങ്ങളെ ഒന്ന് കാണാൻ പറ്റുമോ, എന്റെ മോനെ ഒന്ന് കൗൺസിലിംഗ് നടത്താനാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്റെ അസിസ്റ്റന്റുമാരെ കുറെ ആൾക്കാർ ചെയ്യുന്നു, ഞാൻ അതിന് ഇരുന്ന് കൊടുക്കാറില്ല. അവസാനം ആ സ്ത്രീ കരഞ്ഞോണ്ട് പറഞ്ഞത്, എനിക്ക് നിങ്ങൾ ഒന്നും കാണണം സാർ. ഞാൻ പറഞ്ഞു, എന്താ പ്രശ്നം? എന്റെ വീട്ടിൽ +2 കാരനായ മോനുണ്ട്, അവനിതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സാർ. ഞാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയിക്കോ, കൗൺസിലിംഗിന് കൊണ്ടുപോയിക്കോ. ഞാൻ എന്റെ വഴികളൊക്കെ പറഞ്ഞെടുത്ത്, സാർ എനിക്ക് നിങ്ങളൊന്ന് കാണണം. ഞാൻ പറഞ്ഞു, എന്താണ് നിങ്ങൾ ഇങ്ങനെ കരഞ്ഞ സ്ത്രീ പറഞ്ഞത്? നിങ്ങളോട് എങ്ങനെ പറയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് എന്റെ വീട്ടിൽ കിടന്നുറങ്ങാൻ പേടിയാണ് സാർ. സ്വന്തം മോനെ പറ്റിയ ഒരു ഉമ്മ പറഞ്ഞത്. എനിക്ക് എന്റെ വീട്ടിൽ കിടന്നുറങ്ങാൻ പേടിയാണ്. കാരണം ഇതിവൻ അകത്തേക്ക് കയറിയാൽ, അകത്തേക്ക് ഇവനത് കയറ്റിയാൽ പിന്നെ എന്റെ റൂം തുറക്കാനാണ് അവൻ വരുന്നത്. അകത്ത് കിടക്കുന്നത് ഉമ്മയാണെന്ന് പോലും അവന്റെ മരുന്നവൻ അറിയിക്കുന്നില്ല എന്നതാണ്. ഇങ്ങനെ ജീവിച്ചത് എന്താണ് കാര്യം? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ കാണുന്ന മയക്കുമരുന്നിന്റെ അഡിക്റ്റായി ഇങ്ങനെ സമൂഹത്തിൽ ഒന്നുമല്ലാതെ ഒരു വിവാഹാലോചന വരുന്ന സമയത്ത് അവനത് ഉപയോഗിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ, ഏത് നല്ല ഒരു പെൺകുട്ടിയാണ് നിങ്ങൾക്ക് കല്യാണാലോചന ആലോചിക്കുക? അതുകൊണ്ട് നമ്മുടെ ഈ നാട്ടില് അങ്ങനെയുള്ള ഒരു ദുരന്തമില്ലാതിരിക്കട്ടെ. ഈ കാണുന്നതൊക്കെ ഉപയോഗിച്ച് കെടുതികളിലായ ധാരാളം കുട്ടികളുണ്ട്. ഒരു കുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിതാ ഈ പാറപ്പുറത്ത് 3 തവണ ആത്മഹത്യക്ക് വന്നിട്ടുണ്ട്, ഇത് ഉപയോഗിച്ചതിന്റെ പേരിൽ എങ്ങനെയെങ്കിലും മരിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് എന്നതാണ്. സ്റ്റേഷനില് എനിക്ക് പരിചയമുള്ള കുറെ എക്സൈസിന്റെ ഡിപ്പാർട്ട്മെന്റിലെ ആളുകളുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവര് മുഴുവൻ എന്നോട് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള കൗൺസിലേഴ്സിനോട് പറയുന്ന കാര്യം, ഇന്നലെ ഒരു കുട്ടിനെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് മരുന്ന് കിട്ടാതായപ്പോൾ ഞങ്ങൾ തന്നെ അതിനു വേണ്ടിയിട്ട് അവിടെ നിർത്തുവിന് ഏതാ ഉപയോഗിക്കണമെന്ന് അറിയണം തന്നെ ഒരു ടെസ്റ്റാണെന്ന്. ഒരു ദിവസത്തെ അവിടെ കിടത്ത്, ഒരു ദിവസത്തിൽ ഇത് കിട്ടിയില്ലെങ്കിൽ തലയെല്ലാം അടിച്ച് മതിലെല്ലാം അടിച്ച് വേറെ ലെവലിൽ ചീറി അലറി ഭ്രാന്തനെ പോലെ ഇങ്ങനെ കിടന്നിട്ട് അലറി വിളിക്കുന്ന കുട്ടികളെയാണ് നമ്മൾ സ്റ്റേഷനിൽ പോലും കാണുന്നത് എന്ന് പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മയക്കുമരുന്നിന്റെ ഗതിയിലേക്ക് ഒരാളും ഒരു സമൂഹത്തിൽപ്പെട്ട മുസ്ലിം കമ്മ്യൂണിറ്റി എന്നോ ഹൈന്ദവ കമ്മ്യൂണിറ്റി എന്നോ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നോ വകഭേദം തിരിക്കല്ലേ. കാരണം എല്ലാവർക്കും ഉള്ളത് മാതാപിതാക്കളാണ്, എല്ലാവർക്കും ഉള്ളത് ഇതാണ്. ആ ഒരു ദുരന്തത്തിലേക്ക് ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവനും കയറിപ്പോകാതിരിക്കട്ടെ, ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവനും. കാരണം മനുഷ്യർ എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടു കൂടി കഴിയേണ്ടവരാണ്. ഞാൻ അവസാനിപ്പിക്കുന്ന ഒരു പ്രിയപ്പെട്ട താലിബിക്ക് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരാണ്, എല്ലാവരെയും സ്നേഹിച്ച് മുന്നോട്ട് പോകലാണ് നമ്മുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ. അത് ഏത് മതക്കാരായാലും, പ്രത്യേകിച്ച് ഈ പേര് തന്നെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിലാണ് ഈ റിലീഫ് സെന്റർ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഈ റിലീഫ് കമ്മിറ്റിയുടെ പേര് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിലായതുകൊണ്ട് എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിച്ച് എല്ലാവർക്കും സ്നേഹത്തിന്റെ സത്യവിളമ്പയിലാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ അനുജനായിരുന്ന നമ്മുടെ പ്രിയങ്കരനായ ഹൈദർ അലി ശിഹാബ് തങ്ങളും ഇതേ രീതിയിലാണ് പോയത്. ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ 2000 ആളുകൾ കൂടി ഒരു പരിപാടി എന്റെ നാട്ടിലുണ്ടായി. അതിന്റെ കാരണം എന്താണെന്നറിയോ? എന്റെ മഹലിലാണ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ദർസൂദി പഠിച്ചത്, പിന്നെയാണ് ഫൈസാബാദിലേക്ക് പോയത്. അതുകൊണ്ടാണ്
അതുകൊണ്ട് തന്നെ മഹല്ലുകാരിൽ വലിയ പരിപാടി വെച്ചു. 2000 ആളുകളുടെ പരിപാടി, 1000-ലേറെ സ്ത്രീകൾ തന്നെയാണ് വന്നത്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് അവസാനമായി ട്രീറ്റ് ചെയ്ത രാജു ജോസഫ് എന്ന് പറയുന്ന ഡോക്ടറോട് വിളിച്ചിട്ട് എന്റെ സുഹൃത്ത് പറഞ്ഞു, ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, നിങ്ങൾ പെട്ടെന്ന് ഒരു വോയിസ് അയച്ചു കൊടുക്കും, അവസാനത്തെ നിമിഷങ്ങൾ എങ്ങനെയാണെന്ന് പറയാൻ. അതിനുവേണ്ടി ഞാൻ കാത്തിരുന്നു. അങ്ങനെ ഡോക്ടർ എനിക്ക് വോയിസ് അയച്ചു. ആ വോയിസിൽ പറഞ്ഞത് എന്താണെന്നറിയോ? ഹൈദരലി ശിഹാബ് തങ്ങളെ കുറിച്ച് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ആ മനുഷ്യൻ വല്ലാത്തൊരു മനുഷ്യനായിരുന്നു. ഈ അടുത്തിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ചില ആൾക്കാരും മുസ്ലിം കമ്മ്യൂണിറ്റി ആൾക്കാരും തമ്മിൽ വല്ലാത്തൊരു വിരോധം ഉണ്ടായിരുന്നു കുറച്ച് സമയം മുമ്പ്. ആ സമയത്താണ് അദ്ദേഹം ഞങ്ങളുടെ അരികിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി വരുന്നത്. ഇങ്ങനത്തെ ഒരു മനുഷ്യനെ ഞങ്ങൾ ഇതുവരെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ചികിത്സിച്ചിട്ടേ ഇല്ല. കാരണം എന്താണെന്നറിയോ? എല്ലാവരോടും സൗമ്യത, ഉള്ളിൽ അസുഖമായതുകൊണ്ട് വല്ലാത്ത വേദന ഉണ്ടായിരുന്നെങ്കിലും ആ വേദനയെല്ലാം കടിച്ചമർത്തി ഡോക്ടേഴ്സിനോട്, അവിടുത്തെ സിസ്റ്റേഴ്സിനോട്, ആശുപത്രി എല്ലാവരോടും ഒരു മലക്കയെ പോലെ, ഒരു മാലാഖയെ പോലെ, അദ്ദേഹം പറഞ്ഞ വാക്കതാണ്, മാലാഖയെ പോലെ വലിയ സൗമ്യനായി പെരുമാറുന്ന ഒരു മനുഷ്യനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ടിട്ടേയില്ല. എന്നിട്ട് ആ ഡോക്ടർ പറഞ്ഞ വാക്കുണ്ട്, അവസാനമെങ്കിലും ഞങ്ങളുടെ ആശുപത്രിയിലേക്ക് തങ്ങളെ വിട്ടുതന്ന നിങ്ങളെ പോലുള്ള സമുദായത്തിലെ നേതാക്കന്മാരോട്, ഞാനൊരു സാധാരണക്കാരൻ, നിങ്ങളോട് പറഞ്ഞ വാക്ക് സമുദായത്തിലെ നേതാക്കന്മാരോട് ഒരുപാട് കടപ്പാടുണ്ട് എന്നാണ് അദ്ദേഹത്തെ ചികിത്സിച്ച അവസാനത്തെ ഡോക്ടർ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ മതത്തെയും ഒരുപോലെ കണ്ട് എല്ലാവരെയും നല്ല രീതിയിലാക്കി കൊണ്ടുപോകലാണ് നമ്മുടെ ഉദ്യമം എന്ന് പറഞ്ഞാൽ. അവിടെ മതം എന്ന് പറഞ്ഞ 3 രാഷ്ട്രീയമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന് എക്സ്ട്രീം ലെവൽ കമ്മ്യൂണൽ രാഷ്ട്രീയം, ഹിന്ദുക്കളെയും മുസ്ലിമീങ്ങളെയും അഥവാ എതിർത്തുകൊണ്ട് അവരെയെല്ലാം രണ്ടാക്കിക്കൊണ്ട് വളരെ മോശമായി പോകുന്ന രാഷ്ട്രീയം. അതാര് എന്ന് ഞാൻ പറയുന്നില്ല, അത് ചിലപ്പോൾ കേന്ദ്രത്തിലുള്ളവരാകാം, അല്ലാത്തവരാകാം. എല്ലാ മതക്കാരെയും ഛിന്ന ഭിന്നമാക്കുന്ന രാഷ്ട്രീയത്തിനെ കമ്മ്യൂണൽ രാഷ്ട്രീയം എന്നാണ് പറയുക. അതൊരു പക്ഷേ ഹൈന്ദവനിൽ ഉണ്ടാകാം, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകാം, മുസ്ലിം കമ്മ്യൂണിറ്റിയിലും ഉണ്ടാകാം. എക്സ്ട്രീം ലെവൽ കമ്മ്യൂണലിസം, കമ്മ്യൂണലിസം, കമ്മ്യൂണിസം അല്ല കമ്മ്യൂണലിസം. കമ്മ്യൂണൽ ആവുക എന്ന് പറഞ്ഞാൽ തന്റെ സമൂഹം മാത്രമാണ് ശരി, ബാക്കിയുള്ളവരൊന്നും ഞങ്ങൾക്ക് കാണണ്ട എന്നുള്ള ഒരു തരം മൂവ്മെന്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ആവശ്യമില്ല. എന്നാൽ ഇപ്പോഴത്തെ വേറെ ഒന്നുണ്ട്, നിയോ ലിബറലിസം. അഥവാ എന്തായാലും കുഴപ്പമില്ല, ഉമ്മയും ഉപ്പയും എന്നൊക്കെ പറഞ്ഞാല് അവര് വാതിലടച്ചിട്ട് സുഖകരമായ അവസ്ഥയിൽ കഴിഞ്ഞപ്പോ അബദ്ധമായി ഉണ്ടായതാണ് ഞാൻ എന്ന് മറുപടി പറയുന്ന കുട്ടികളെ പോലും പ്രോത്സാഹിപ്പിക്കുന്ന അബദ്ധജനകമായ രാഷ്ട്രീയം ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതിന് പറയുന്ന പേര് എക്സ്ട്രീം ലിബറലിസം എന്നാണ്. ഒന്നും അതുമില്ല ഒന്നുമില്ല, അതിന്റെ അവസ്ഥയിൽ പോകുന്ന ലിബറലിസം. ഇപ്പുറത്താകട്ടെ മതം മതം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടേത് മാത്രം ചെയ്യുന്നു പറഞ്ഞിട്ട് ബാക്കി എല്ലാ മതക്കാരെയും എന്താക്കുക, ആക്രമിച്ചിട്ടും ദേഷ്യപ്പെടുത്തിയിട്ടും അവരെ എതിർത്തിട്ടും അവരെ മോശമാക്കിയിട്ടും ഒക്കെ ചിത്രീകരിക്കുന്ന രാഷ്ട്രീയം. എന്നാൽ നമ്മുടെ രാഷ്ട്രീയം എന്തായിരിക്കണം എന്നറിയോ? ഏത് രാഷ്ട്രീയം എന്ന് ഞാൻ പറയുന്നില്ല, അത് ഖൈറുൽ ഉമൂരി ഔസതുഹാ എന്ന് പറയുന്ന ഹദീസ് എടുത്തുകൊണ്ട് അതിന്റെ മധ്യത്തിലായിരിക്കണം നമ്മൾ. അഥവാ കമ്മ്യൂണലാകരുത്, നമുക്ക് മൂല്യമുണ്ടാകണം. മൂല്യമില്ലാതെ ലിബറലിസം മാത്രമാകരുത്. എന്നാൽ ലിബറലിസം എന്ന് പറയുന്നത് ഉണ്ടാകണം, എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന ലിബറലിസം. അതല്ലാതെ മോശമായ രീതിയിൽ ഹൈന്ദവരും മുസ്ലിമീങ്ങളും അവരവരുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക, എന്നിട്ടൊരു അമ്മ കണ്ണുലുണ്ണിയെ പോലെ വളർത്തിയ ഒരു മോളെ പെട്ടെന്ന് തട്ടിക്കൊണ്ടുപോവുക, എന്നിട്ടൊരു മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ മുസ്ലിമായ ഒരു കുട്ടിയെ വളർത്തി ഒരു ഉമ്മ അങ്ങനെ പോവുക, ആ കുട്ടികളെ പിന്നെ തട്ടിക്കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ വേറൊരു രീതി കൊണ്ടിട്ട് ഇയാളെ കല്യാണം കഴിക്കുക. എന്തിനേത് ഇവിടെ എല്ലാ കമ്മ്യൂണിറ്റിയിലും ഓരോ കുട്ടികളിലെ നിയമപരമായിട്ട് അതിന് സാധ്യതകൾ ഉണ്ടാകാം. പക്ഷെ അമ്മമാരെ വിഷമിപ്പിച്ചുകൊണ്ട് എന്തിനൊരു വിവാഹം, ഉമ്മമാരെ വിഷമിപ്പിച്ചുകൊണ്ട് എന്തിനൊരു വിവാഹം? നമ്മൾ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം ബുഖാരിയാണ്. സഹീഹ് ബുഖാരിയിലെ ആദ്യത്തെ ഹദീസ്, ഒട്ടുമിക്ക ഹദീസ് ഗ്രന്ഥങ്ങളിലെ ആദ്യത്തെ ഹദീസ് ഏതാണെന്നറിയോ? ആ ഹദീസ് തന്നെ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറയുന്ന ഹദീസാണ്. അതിൽ പറയുന്നത് എന്താ? നീ ഒരു പെണ്ണിനെ തേടിയാണ് ഹിജ്റ ചെയ്തതെങ്കിൽ, പുറപ്പെട്ടതെങ്കിൽ ആ പെണ്ണിനെ നിനക്ക് ലഭിക്കും. നീ അധികാരം തേടിയാണ് പുറപ്പെട്ടതെങ്കിൽ അധികാരം നിനക്ക് ലഭിക്കും. നീ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും തേടിയാണ് പുറപ്പെട്ടതെങ്കിൽ അവരെ നിനക്ക് ലഭിക്കുമെന്നതാണ്. എന്ന് വെച്ചാൽ ഒരു പെണ്ണിനെ തേടി ഒരു യാത്ര ആവശ്യമില്ല, അധികാരം തേടിയും യാത്ര ആവശ്യമില്ല. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും തേടിയിട്ട് യാത്ര പുറപ്പെട്ടോ എല്ലാം നിനക്ക് ലഭിക്കുമെന്നാണ്. അതുകൊണ്ട് ഒരാൾ വളർത്തി വലുതാക്കിയ ഒരാളെ എങ്ങനെയെങ്കിലും തന്റെ കമ്മ്യൂണിറ്റിക്ക് കൊണ്ടുവരുന്ന പരിപാടിയൊന്നും ഇസ്ലാമിലുമില്ല. അങ്ങനെ ജിഹാദുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ മനുഷ്യരും അവരുടേതായ ദീനനുസരിച്ച് നടക്കട്ടെ. ലക്കും ദീനക്കും വലിയ ദീൻ. നമുക്ക് നമ്മുടെ മൂല്യം കൊണ്ടുപോകാം. ആ മൂല്യത്തിന്റെ പാരമ്പര്യ ഏതാണെന്നറിയോ? എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളലാണ്. അതെന്തുകൊണ്ട്? എല്ലാവരും ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മക്കളാണ്. ചിലർക്ക് ഹിദായത്ത് കിട്ടൂല, ചിലർക്ക് ഹിദായത്ത് കിട്ടും. ആദം നബിയുടെ മക്കൾ എന്ന അർത്ഥത്തിൽ, ഒരു പല്ലിന്റെ ഒരു ചെറുപ്പിന്റെ പല്ല് എന്ന അർത്ഥത്തിൽ, ഒരു പിതാവിന്റെ മക്കൾ എന്ന അർത്ഥത്തിൽ
എല്ലാ സ്നേഹത്തോടു കൂടിയും എല്ലാവരെയും ആദരിച്ചും ബഹുമാനിച്ചും പോകലാൻ, നമുക്ക് നമ്മുടെ വാല്യൂസിലൂടെ പോകലാൻ, അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ രാഷ്ട്രീയം. അങ്ങനെയുള്ള രാഷ്ട്രീയങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത് ശീലമുള്ള പ്രിയപ്പെട്ട ശിഹാബ് തങ്ങളുടെ റിലീഫ് കമ്മിറ്റിയെ കുറിച്ച് പറയുമ്പോൾ എവിടെയോ പാവപ്പെട്ട ഒരു പെൺകുട്ടി കാത്തിരിക്കുന്നുണ്ടാകും കിഡ്നി ഡയാലിസിസിന് വേണ്ടി വകയില്ലാതെ. ഞാൻ ഈ അടുത്തുള്ള ഒരു വീട്ടിൽ പോയപ്പോ 15,000 രൂപയാണ് ഡയാലിസിസിന് വേണ്ടി മാസത്തിൽ അവിടെ കൊടുക്കേണ്ടത്, നമ്മുടെ സുഹൃത്തുക്കൾ തന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ അതിന് വേണ്ടി പോയത്. ചുരുക്കി പറഞ്ഞാൽ 15,000 രൂപ കൊടുക്കുമ്പോ ഞാൻ ചോദിച്ചു, ഞാനായിട്ട് കൊടുത്തതല്ലോ, നമ്മൾ ഇതേപോലത്തെ റിലീഫ് കമ്മിറ്റി കൊടുക്കുന്നതാണ്, ഏതായാലും ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആവശ്യം? ആ സഹോദരൻ അങ്ങോട്ട് കരയാൻ. എന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ തരുന്ന 15,000 രൂപ മാസത്തിൽ 3 പ്രാവശ്യം, ആഴ്ചയിൽ 3 പ്രാവശ്യം പോയാൽ 12 പ്രാവശ്യം ഡയാലിസിസിന് പോകാനുള്ള പൈസയേ ഉള്ളൂ. അത് 12 പ്രാവശ്യം പോയി, ഓരോ പ്രാവശ്യം പോകുമ്പോഴും വീട്ടിൽ 2-3 ചെറിയ മക്കളുണ്ട് എനിക്ക്, അവർക്ക് ഒരു 50 രൂപയുടെ മിഠായി പോലും വാങ്ങാൻ എനിക്ക് സാധിക്കാറില്ല എന്ന് പറയുന്ന വിതുമ്പിക്കരയുന്ന എത്രയോ സഹോദരന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. അവരെ കാണാൻ നമ്മൾ മറക്കരുതേ എന്നാണ്. അഥവാ നമ്മൾ അവരെ സഹായിച്ചു തുടങ്ങിയാൽ അള്ളാഹു നമ്മളെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് റിലീഫ് കമ്മിറ്റി നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ അതൊരു പ്രയാസമായിട്ട് നമ്മൾ കാണരുത്, ബുദ്ധിമുട്ടായിട്ട് നമ്മൾ കാണരുത്. നന്ദിയോടെ ജീവിക്കാൻ നമുക്ക് പറ്റണമെന്നതാണ്. എന്താ നന്ദിയോടെ? ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. എന്താ നന്ദിയോടെ എന്ന് പറഞ്ഞാൽ കേവല നന്ദിയല്ല, സുജൂദിൽ കിടന്നിട്ട് ശുക്രിന്റെ നന്ദി ചെയ്യാൻ നമുക്ക് പറ്റണം. എന്താ നന്ദി എന്നറിയോ? കൊറോണ വന്നതിന് ശേഷം നമ്മൾ എത്ര പേര് ശുക്ർ ചെയ്തിട്ടുണ്ടാകും? അഥവാ കൊറോണ മാറിയതിന്റെ പേരിൽ നമ്മൾ 1.5 വയസ്സായ കുട്ടി പോലും നമ്മുടെ വീട്ടിലേക്ക് കയറരുത് എന്ന് പേടിച്ചിട്ട് കുറ്റിയിട്ടവരാ നമ്മൾ ജയിച്ചിട്ടേ. ഇപ്പോഴാ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന, കൊറോണയെ പറ്റി വലിയ ചർച്ച ഒന്നും ഇല്ലാതെ. നമ്മളാരെങ്കിലും ശുക്രിന്റെ സുജൂദ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കേണ്ടതാണ്. കിഡ്നിയുടെ അസുഖം വന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കും, പടച്ചോനെ ഇത് മാറ്റിത്തരണേന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോ, എല്ലാവരും പ്രാർത്ഥിച്ചോ, അള്ളാഹു അത് കേൾക്കും, അള്ളാഹു കേൾക്കുക തന്നെ ചെയ്യും. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതുവരേക്കും? എനിക്ക് 46 വയസ്സായി, അള്ളാഹുവേ 46 വയസ്സ് വരെ എനിക്ക് കിഡ്നിയുടെ അസുഖം തരാത്ത തമ്പുരാനെ നിനക്കാണ് സർവസ്വതയും എന്ന് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കണം. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് 46 വയസ്സായി, ഇതുവരേക്കും അല്ലാഹുവേ ഈ പറഞ്ഞ ട്രെയിനിൽ ഒരു ഓർമ്മശക്തിയും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ച അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് നന്ദിയോടുകൂടി മാത്രമേ നമ്മൾ പോകാവൂ. അങ്ങനെ നമ്മൾ ഓരോന്ന് എണ്ണി പറയുക. നമ്മുടെ നാട്ടിൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഒരുപാട് ആളുകൾ മരിച്ചു. ഇത്രയും കാലം എനിക്ക് അറ്റാക്ക് തരാതെ, സ്ട്രോക്ക് തരാതെ, ബ്ലോക്ക് തരാതെ എന്നെ കൊണ്ടുപോയ അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും എന്നാണ് ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടത്. ഇതുവരേക്കും കണ്ണിന്റെ കാഴ്ചക്ക് ഒന്നും സംഭവിക്കാത്ത അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും എന്നാ പറയേണ്ടത്. ഇവിടെ ഇരിക്കുന്ന 70-80 വയസ്സായ പ്രിയപ്പെട്ട നമ്മുടെ ഉപ്പുപ്പന്മാർ, അവരിന് പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നറിയോ? ഈ 70 വയസ്സ് വരെ എനിക്ക് യാതൊരു അസുഖവും തരാതെ ഞങ്ങൾ ഇത്രയും കാലം കൊണ്ടു നടന്ന തമ്പുരാനെ നിനക്കാണ് സർവസ്തുതിയും എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ ശുക്രുള്ളവരായി മുന്നോട്ട് പോവുക, ആളുകളെ സഹായിക്കുന്നവരായി മുന്നോട്ട് പോവുക, നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതി ഉണ്ടാക്കുക, എല്ലാ കുട്ടികൾക്കും മൂല്യം കൊടുക്കുക, അതോടൊപ്പം തന്നെ മയക്കുമരുന്ന് പോലെയുള്ള കെടുതികളിൽ നിന്നും നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്തുക. അങ്ങനെ പ്രത്യേക കാഴ്ചപ്പാടോടെ നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക. അങ്ങനെ ഈ ശിഹാബ് തങ്ങൾ റിലീഫ് കമ്മിറ്റി നമ്മളെ സമീപിക്കുമ്പോൾ മനസ്സുകൊണ്ട്, കർമ്മം കൊണ്ട് അവരുടെ കൂടെ നിൽക്കാൻ നമ്മൾ ഓരോരുത്തരും ഉണ്ടാകണേ. ഈ റിലീഫ് കമ്മിറ്റിയെ ഒരിക്കലും നിങ്ങൾ മറക്കരുതേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കാനും പാവപ്പെട്ടവന്റെ കണ്ണുനീരപ്പാനും വേണ്ടി ഇവർ അഹോരാത്രം പരിശ്രമിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായഹസ്തമായി ഉണ്ടാകണേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നെ ഇവിടെ ക്ഷണിച്ച പ്രിയപ്പെട്ട ഈ കമ്മിറ്റിക്ക്, റിലീഫ് കമ്മിറ്റിക്കും, എന്റെ പ്രിയങ്കരനായ കൂട്ടുകാരൻ മുജീബിനും, അദ്ദേഹം ഇവിടെ ഇല്ല, അദ്ദേഹം സൗദിയിൽ മറ്റോ ജോലി ചെയ്യുകയാണ്. എല്ലാവർക്കും 1000 അഭിവാദ്യങ്ങളും എല്ലാ പ്രാർത്ഥനകളും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായിട്ട് ഉസ്താദ് അൽ-ബിജാരി ഉസ്താദ് അവരെ ക്ഷണിച്ചു.